നമസ്തേ. ജനം ഡിബേറ്റ് സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ അണക്കെട്ട് മലയാളികളുടെ തലയ്ക്ക് മുകളിൽ ഒരു ഡെമോക്ലസിൻ്റെ വാൾ പോലെ തൂങ്ങിക്കിടക്കുകയാണ്. ഈ അണക്കെട്ട് മലയാളികളുടെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. 1896 ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ചുണ്ണാമ്പും സുർക്കി മിശ്രിതവും കരിങ്കല്ലും ഉപയോഗിച്ച് പണിത ഡാമിന് 50 വർഷത്തിലധികം ആയുസില്ലെന്ന് ശില്പിയായ ബ്രിട്ടീഷ് എഞ്ചിനീയർ പെനി കുക്ക് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണെന്ന് ആവർത്തിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുമ്പോൾ മലയാളികളുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. സമാനമായ മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച കർണാടകത്തിലെ തുംഗഭദ്ര ഡാമിൻ്റെ ഗേറ്റ് വേ കഴിഞ്ഞ ദിവസം തകർന്നെന്ന വാർത്ത പുറത്തു വരുമ്പോൾ ആശങ്ക വർദ്ധിക്കുകയും സന്ദേഹങ്ങളും സംശയങ്ങളും മലവെള്ളപ്പാച്ചിൽ പോലെ കുത്തിയൊഴുകുകയും ചെയ്യുകയാണ്. ഈ ആശങ്കയും സംശയവും ദൂരീകരിക്കാൻ എന്ത് ചെയ്യണം? മലയാളികൾക്ക് സ്വസ്ഥമായൊന്നുറങ്ങാൻ സമീപകാലത്തെങ്കിലും സാധിക്കുമോ? ജനഡിബേറ്റ് ഈ സമസ്യകൾക്കാണ് ഇന്ന് ഉത്തരം തേടുന്നത്. പ്രഗത്ഭനായ ജിയോളജിസ്റ്റ് ഡോക്ടർ കെ പി ത്രിവിക്രമൻ ജി, പരിസ്ഥിതി ശാസ്ത്രജ്ഞനും ജലവിഭവ വകുപ്പ് മുൻ ഡയറക്ടറുമായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്, മുതിർന്ന പത്രപ്രവർത്തകൻ പി എസ് സോമനാഥൻ, കൊച്ചിയിലെ ETLS MDയും എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റുമായ ഷാജി സെബാസ്റ്റ്യൻ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, ഭോപ്പാലിൽ നിന്നും പരിസ്ഥിതി പ്രവർത്തകൻ സജീവൻ എന്നിവ ഈ സംവാദത്തിൽ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ ത്രിവിക്രമൻജി, ഞാനിന്ന് ജനം ടി വിയുടെ അവതാരകൻ എന്ന രീതിയിലല്ല ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഒരു സാധാരണക്കാരൻ. എൻ്റെ മനസ്സിൽ അനുദിനം സംശയങ്ങൾ കുന്നുകൂടുകയാണ്. ആ സംശയങ്ങൾക്ക് ലളിതമായ ഭാഷയിൽ ഉത്തരം പറഞ്ഞാൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വലിയ ആശ്വാസം ആകും. ഇന്നും ഇടുക്കി ജില്ലാ കലക്ടറേറ്റിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് റിവ്യൂ മീറ്റിംഗ് നടന്നു. ആ റിവ്യൂ മീറ്റിങ്ങിന് ശേഷം മന്ത്രി പറഞ്ഞു, ആശങ്കയ്ക്ക് യാതൊരടിസ്ഥാനവും ഇല്ല. മാത്രമല്ല, ഇതിപ്പോൾ തകരും അല്ലെങ്കിൽ ഈ ഡാം പൊട്ടും തുടങ്ങിയ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവ അതിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിലും എൻ്റെ സംശയം അവസാനിക്കുന്നില്ല. മുല്ലപ്പെരിയാർ ഡാം അത് സുരക്ഷിതമാണോ? അതിന് ബലക്ഷയമില്ലേ? ആ സംശയങ്ങൾക്ക് താങ്കളുടെ ഉത്തരം പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. അത് ന്യായമായി സാധാരണ മനുഷ്യരുടെ, കേരളീയരുടെ, ഈ പ്രദേശത്ത് താമസിക്കുന്ന പ്രത്യേകിച്ച് അവരുടെ മനസ്സിൽ ഒരു അസ്ഥിരത, രാത്രി ഉറങ്ങാൻ പോലും ഒക്കാത്ത ഒരു അവസ്ഥയായിരിക്കും അവർ കടന്നു പോകുന്നത്. എനിക്ക് ആദ്യം പറയാനുള്ളത്, അത്തരം ആശങ്കകൾ നമ്മൾ മാറ്റിവെക്കുക. വയനാടിലെ ദുരന്തം പോലെ ഇവിടുത്തെ മുല്ലപ്പെരിയാർ ഡാമിന് ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യത, ഒരു ഭൂകമ്പം വരുന്നു എന്ന് വിചാരിക്കുക, ഒരു 5+ റിക്ടർ സ്കെയിലൊരു ഭൂകമ്പം വന്നാൽ ഒരു വേള ഡെഫിനറ്റായിട്ട് മുല്ലപ്പെരിയാർ മാത്രമല്ല, ഇടുക്കിക്കൊന്നും സംഭവിക്കില്ല. മറ്റു പല അണകളും അത് ഫെയിലുവർ കൊണ്ടാണ് നേരിടാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഹൈൻസൈറ്റ് ഡേറ്റ എന്ന് പറയും. അതായത് പഴയ കാലത്ത് എന്ന് മുതലാണോ ഭൂകമ്പത്തിൻ്റെ പ്രകമ്പനത്തിൻ്റെ തോതിൻ്റെ ഒരു ഡേറ്റാ ബേസ് ഇന്ത്യ വെക്കാൻ തുടങ്ങിയത്. അത് വളരെ പണ്ട് മുതലാണ്. ഇന്ത്യ മീറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരോ സയൻറ്റിസ്റ്റുമാണ് ഇത് മുഴുവൻ മാപിനികളും മറ്റും സ്ഥാപിച്ച്, ഞാൻ ഇന്ത്യ മുഴുവൻ മാപിനി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നേ ഇല്ല. അത് ഒരു രാജ്യത്തും നടക്കില്ല. പക്ഷേ എന്നാലും സംശയം തോന്നുന്ന പ്രദേശങ്ങളിൽ ഈ മാപിനി സ്ഥാപിച്ച് അതിൻ്റെ
ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ റിസ്റ്റ് വാച്ച് പോലാണ് 24 മണിക്കൂറും സ്വിച്ച് ഓൺ ചെയ്ത് വച്ചിരിക്കുന്നതാണ് ഈ സൈസ്മോമീറ്റേഴ്സ്. അതുകൂടെ എല്ലാവരും മനസ്സിലാക്കണം. അതായത് 24 മണിക്കൂറും നമ്മൾ 24/7 എന്ന് പുതിയ സ്റ്റൈലിൽ പറയും, പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. പിന്നെ അത് നിന്നു പോകില്ലേ എന്ന് ചോദിക്കും. ഡെഫിനറ്റാണ്, നമ്മുടെ റിസ്റ്റ് വാച്ച് പോലും നിന്നു പോകും. പക്ഷേ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത ആ പ്രശ്നമൊന്നുമില്ല. അത്തരം ഒരു ഡേറ്റാബേസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ, ഭാരതത്തെ 4 സോണുകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രകമ്പനം കുറഞ്ഞ പ്രദേശമാണ് നമ്മുടെ വെസ്റ്റ് കോസ്റ്റ്, അതായത് കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരപ്രദേശം. തീരപ്രദേശം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെസ്റ്റേൺ ഗാട്ട്സ് കൂടെ ഉൾപ്പെടുത്തുന്നു. നമ്മുടെ റെക്കോർഡിൽ പോലും ഒരു വലിയ ഭൂകമ്പമോ അല്ലെങ്കിൽ മാരകമായ ഭൂകമ്പം ഉണ്ടായെന്ന് നമുക്ക് ഒരിടത്തും റെക്കോർഡില്ല. അതാണ് ഈ നമ്മുടെ ഡാറ്റ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്തരം സോണിൽപ്പെട്ട ഒരു പ്രത്യേക സോണിൽപ്പെട്ട നമ്മുടെ ഈ പ്രദേശം തന്നെയാണ് നമ്മുടെ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ അണക്കെട്ട് മാത്രമല്ല, പിന്നെ ഈ അണക്കെട്ടിൻ്റെ കാലപ്പഴക്കം, അത് കാലപ്പഴക്കത്തെ പറ്റി പറയുമ്പോൾ മനുഷ്യരുടെ വയസ്സ് പോലെ അല്ല അണയുടെ കാലപ്പഴക്കം എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയും ഭൂമിക്ക് 4.5 കോടി വർഷം അങ്ങനെ പറയും. അത് 4.5 കോടിയല്ല, 4,500 കോടി എന്ന് തന്നെ നോക്കുക. ഇത് മനുഷ്യരുടെ അല്ലെങ്കിൽ ഹ്യൂമൻ സ്കെയിലിലാണ്. എർത്തിൻ്റെ സ്കെയിലിൽ ഇങ്ങനെയൊന്നും വേണ്ട. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറഞ്ഞ 125 124 അതായത് 1895 96 കമ്മീഷൻ ചെയ്ത അണക്കെട്ട് കൊണ്ട്, അത് നമ്മുടെ കണക്കനുസരിച്ചാണ് വർഷങ്ങൾ. ഇതിന് വലിയ ദുർബലം ഉണ്ടെന്ന് ധരിക്കരുത്. ദൗർബല്യം അല്ലെങ്കിൽ ദുർബലം ഉണ്ടായിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ എത്രയോ വർഷം മുമ്പ് തന്നെ ഇത് തകർന്നു പോകണമായിരുന്നു. എങ്ങനെയാണ് ഒരു അണക്കെട്ടിന് ദൗർബല്യം ഉണ്ടാകുക അല്ലെങ്കിൽ അതിൻ്റെ ബലക്ഷയം ഉണ്ടാകുക? അണ കെട്ടുന്ന രീതി കൃത്യമായിട്ട് നടപ്പാക്കിയാൽ ദൗർബല്യം ഉണ്ടാവില്ല. അതിന് പ്രധാന കാരണം, ഒന്നാമത് അതിൻ്റെ റിസർവോയർ ഏരിയ എന്നൊരു പ്രദേശമുണ്ട്. ഈ റിസർവോയർ ഏരിയയിലാണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മുല്ലപ്പെരിയാർ റിസർവോയർ, തേക്കടി റിസർവോയർ നിൽക്കുന്ന പ്രദേശം, അതിൻ്റെ പേരാണ് റിസർവോയർ ഏരിയ. അത് ജിയോ ടെക്നിക്കലി ഒരു ഇംപെർവിയസ് ബേസിനാണ്, അല്ലെങ്കിൽ ആയിരിക്കണം ഈ റിസർവോയർ. നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന പോലെ കിണറ്റിൽ വെള്ളം ഊറുന്ന പോലെ ഇതിനകത്ത് നിന്ന് വെള്ളം ഊർന്ന് താഴോട്ട് പോയി പൊക്കം കുറഞ്ഞ പ്രദേശങ്ങളിൽ അത് ലീക്കടിക്കുമെന്നൊന്നും വിചാരിക്കരുത്. ഇതൊരു വാട്ടർ ടൈറ്റ് ബേസിനാണ്, അതാണ് റിസർവോയർ. പിന്നെ അണക്കെട്ട് നിൽക്കുന്ന സ്ഥലം അതുപോലെ തന്നെ വാട്ടർ ടൈറ്റ് ഫൗണ്ടേഷനാണ്. വാട്ടർ ടൈറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫൗണ്ടേഷൻ റോക്സ് പരിശോധിച്ച ശേഷമാണ്, അത് ആഴത്തിൽ പരിശോധിച്ചതിന് ശേഷമാണ് അണക്കെട്ടിൻ്റെ സ്ഥാനം പോലും നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വെറുതെ ഒരു വീട് കെട്ടുന്ന പോലെ ഒരു പരിപാടിയേ അല്ല ഒരു അണ കെട്ടുന്നത്. 125 വർഷം മുന്നേ ആയാലും 125 വർഷം കഴിഞ്ഞായാലും അണക്കെട്ട് അത്രയും നമ്മൾ ലാഘവത്തോടുകൂടി കെട്ടുന്ന ഒരു സാധനമാണെന്ന് നമ്മൾ കരുതരുത്. ഇത് ഒരു അതായത് താജ്മഹൽ നമ്മൾ ആരും പറയാത്ത എന്താ, ഇടിഞ്ഞു വീഴുമെന്ന്. കമ്പിയില്ല, സിമൻ്റ് ഇല്ല. അത് അവിടുത്തെ ഉപയോഗിച്ച ടെക്നോളജിയാണ്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ കമ്പി വേണം, സിമൻറ്റ് വേണം. പക്ഷേ ത്രിവിക്രംജി, എനിക്ക് അവിടെയാണ് ഒരു വിയോജിപ്പുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രിട്ടീഷ് എഞ്ചിനീയർ, ഇതിൻ്റെ ശില്പി പെനി കുക്ക് എന്തിനാണ് 50 വർഷം മാത്രമേ ഇതിന് ആയുസുള്ളൂ എന്ന് പറഞ്ഞു വെച്ചത്? അതിന് വാസ്തവത്തിലൊരു മറുപടി, ഉദാഹരണത്തിന് ഒരു ബോയിങ് ജംബോ ജെറ്റ് എടുക്കുക. ആ ഡിസൈൻ ചെയ്ത എൻജിനീയർ അയാൾ പറയും 50 വർഷം ഇത് ഓടുകയുള്ളൂ. കാരണം അയാൾക്ക് അങ്ങനെ പറയാനൊക്കെ ഉള്ളൂ. പക്ഷേ ഇന്ന് എത്രയോ ബോയിങ് 747 പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 75 വർഷം കഴിഞ്ഞു. അതുപോലെ എത്രയോ എണ്ണം അത് സർവീസിന് ഉപയോഗിക്കാതെ കാർഗോ ആയിട്ട് ഉപയോഗിക്കുന്നു. എന്താണ് കാരണം? അതിന് പ്രത്യേക കാലങ്ങളിൽ പ്രത്യേക അവസരങ്ങളിൽ നടത്തേണ്ട റിപ്പയർ പണി നടത്തും, റീഫിറ്റിംഗ് നടത്തും, എൻജിൻ മാറ്റിവെക്കും. ഇതാണ് അതിൻ്റെ കാരണം. അതുപോലെ ഇപ്പം നിങ്ങൾക്ക് പറയാം,
മുല്ലപ്പെരിയാറിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറിൻ്റെ സുർക്കി കൊണ്ടുള്ള അണയുടെ ബാഹ്യ വശങ്ങൾ അണയുടെ റിസർവോയറിൻ്റെ സൈഡിലായാലും ഡൗൺ സ്ട്രീമിലായാലും വീണ്ടും ഒരു കോട്ട് കൊടുത്തിരിക്കുകയാണ്, കോൺക്രീറ്റ്. അത് നമ്മൾ ഇതൊന്നും നിസ്സാരവൽക്കരിക്കാതിരിക്കാനാണ് പഠിക്കേണ്ടത്. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് പണിത തുംഗഭദ്ര ഡാം അതിൻ്റെ ഗേറ്റ് വേ ആണ് കഴിഞ്ഞ ദിവസം തകർന്നത്. അല്ല, അവിടെ ഒരു ഷട്ടർ ഇളകിപ്പോയി എന്നുള്ളതാണ് അവിടുത്തെ ഒരു വലിയ സംഭവമാണ്. ഡൗൺ സ്ട്രീമിൽ താമസിക്കുന്നവർക്കെല്ലാം എല്ലാവരും കരുതുന്നത് ഒരു ഷട്ടർ പോയാൽ 9 ഷട്ടർ പോവും, അത് കഴിയുമ്പോൾ അണ തന്നെ അങ്ങ് പോവും. അതൊന്നും സംഭവിക്കില്ല. അണ പൊട്ടുന്നത് വാസ്തവത്തിൽ ഇന്ത്യയിൽ ഡാം ഫെയിൽയൂർ വളരെ കുറവാണ്. അഥവാ ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ റെക്കോർഡ്സ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഡാം ഫെയിൽയൂർ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാൻ ഒരു ഡാം ഫെയിൽയൂർ പൂന പട്ടണം സ്ഥിതി ചെയ്യുന്ന ഒരു ബേസിനിലെ ഒരു ഡാം ഫെയിൽയൂറിൻ്റെ അടയാളങ്ങൾ ഞാൻ കണ്ടു. പൂന ടൗണിലെ ഒരു റിവറിൽ, ആ പർട്ടിക്കുലർ റിവറിൻ്റെ 2 വശത്തും ഓരോ പാർക്കുണ്ട്. ആ പാർക്കിൽ ഒരു വശത്തെ പാർക്കിൽ ഒരു ക്ലോക്ക് ടവറുണ്ട്. ക്ലോക്ക് ടവറിൻ്റെ ക്ലോക്കിൻ്റെ ഫേസിൻ്റെ പകുതി വരെ ഫ്ലഡ് വാട്ടേഴ്സ് ഉയർന്നു. ഇത് ഞാൻ കാണുന്നത് 1964 ഒരു സ്റ്റഡി ടൂറിന് പോയപ്പോൾ. അതായത് അങ്ങനെയുള്ള അല്ലാതെ പിന്നെ നമ്മുടെ ഈ കൊയ്നായോ മറ്റോ എർത്ത്ക്വേക്ക് അത് ഒരു ഡാമിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഡാം ഫെയിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭിത്തി ഒന്നോടെ ഇടിഞ്ഞു വീഴുന്ന പോലെയല്ല. ഒരു ഭാഗം മാത്രം ഇടിയുള്ളൂ. ആ ഭാഗത്തു നിന്ന് വെള്ളം അതിശക്തമായി പുറത്തു വരും. വാട്ടർ ലെവൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. വാട്ടർ ലെവൽ കുറയുന്നതനുസരിച്ച് ഇതിൻ്റെ ഇറോസീവ് കപ്പാസിറ്റി കുറയും. അതായത് വെള്ളം ഇല്ലാതാവുന്ന അവസ്ഥയേ ഇല്ല. ഒരു മാർഷ് ലാൻഡ് ആവും. പക്ഷേ ഒരു വിള്ളലല്ല, ഒരു ഗ്യാപ്പ് ഉണ്ടാവും. മുഴുവൻ അണയും ഒന്നോടെ ഒലിച്ചുപോയി ഒരു കൂട്ടം റബിളായി മാറിയ ഒരു ഇൻസ്റ്റൻസും ഇന്ന് വരെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ഡോക്ടർ സുഭാഷ് ബാബു, ത്രിവിക്രംജി പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ആഗസ്റ്റ് മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 1979 ആഗസ്റ്റ് 11 ഗുജറാത്തിലെ മോവി ഡാം തകർന്ന് 15,000-ഓളം ആളുകളാണ് മണ്ണടിഞ്ഞത്. 2006 ഒരു ആഗസ്റ്റ് മാസമാണ് കനത്ത മഴ മൂലം രാജസ്ഥാനിലെ ബജാജ് സാഗർ ഡാമിലെ അധിക ജലം തുറന്ന് വിട്ടുണ്ടായ ദുരന്തം സംഭവിച്ചത്. അപ്പോൾ ഈ വിഷയത്തെ ലാഘവത്തോടെ കാണാൻ പറ്റുമോ? കൃത്യമായ ഇടവേളകളിൽ അണക്കെട്ടിൻ്റെ സുരക്ഷയെപ്പറ്റി ആശങ്ക പരക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നോടാണ് ചോദ്യം? യെസ്. ത്രിവിക്രമൻ സാറിനോടുള്ള എല്ലാ റെസ്പെക്റ്റും നിലനിർത്തി തന്നെ ഞാൻ പറയട്ടെ. ഡാം പൊട്ടുന്നത് അല്ലെങ്കിൽ ഡാമിന് ഒരു പ്രോബ്ലം പറ്റുന്നത് സീസ്മിക് എർത്ത്ക്വേക്ക് ഉണ്ടാകുന്നത് കൊണ്ട് മാത്രമല്ല എന്നാണ് ഞാൻ എൻ്റെ വായനയോ ചിലപ്പോൾ എൻ്റെ ഒരു അറിവോ സാർ തിരുത്തണം. 3 ഘടകങ്ങൾ കൊണ്ടാണ് സംഭവിക്കുക. ഒന്ന്, സാർ പറഞ്ഞതിനാണ് സീസ്മിക്കായിട്ടുള്ള ഭൂചലനം ഉണ്ടായാൽ ഡാം പൊട്ടാം. രണ്ടാമത്തെ ഘടകം ഹൈഡ്രോളജിക് ആയിട്ടുള്ള, അതായത് മഴ, വെള്ളം ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഡാമിന് നിറയാൻ പറ്റുന്നതിനേക്കാൾ ജലം നിറയുകയും പിന്നെയും തുടർച്ചയായി മഴ പെയ്യുകയും ചെയ്താൽ ഉണ്ടാകാവുന്ന ഒരു അസ്ഥിരത. മൂന്നാമത്തെ ഭാഗം സ്ട്രക്ചർ, ഇതുണ്ടാക്കിയിരുന്ന സ്ട്രക്ചർ, ആ സ്ട്രക്ചറിന് സംഭവിക്കുന്ന കാലപ്പഴക്കം കൊണ്ടോ നിർമ്മിച്ച സമയം കൊണ്ടോ, ഇപ്പോൾ നമ്മൾ പാലാരിവട്ടം പാലമൊക്കെ കാലമെടുത്തിട്ടൊന്നും അല്ലല്ലോ പൊട്ടിയത്. നിർമ്മിച്ച സമയത്തോ കാലപ്പഴക്കം കൊണ്ടോ അതിൻ്റെ ഏതെങ്കിലും മെറ്റീരിയലിന് കുഴപ്പം വന്നാൽ, അതിൻ്റെ സ്ട്രക്ചറിന് എന്തെങ്കിലും കുറവ് വന്നാൽ അല്ലെങ്കിൽ പ്രശ്നം വന്നാൽ പൊളിയാം. ഇത് 3 കാരണങ്ങൾ ആണ് ഈ ഡാമിനെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തേണ്ടത്. അതിൽ സീസ്മിക്കായിട്ടുള്ള കാര്യങ്ങളിൽ ഡൽഹി IIT പഠനം തന്നെ വന്നിട്ടുള്ളത്. ഡൽഹി IITയും റൂർക്കി IITയാണ് കേരള ഗവൺമെൻറ്റിനോട് 2 പഠനം നടത്തിയത്. അവരുടെ പഠനത്തിൽ പറഞ്ഞിട്ടുള്ളത് 3 പ്രാവശ്യം, ഞാനതിൻ്റെ രേഖകളും കൂടെ കൊണ്ടാണ് വന്നത്, 3 പ്രാവശ്യം 1924, അതായത് മൂന്നാറിലടക്കം വെള്ളപ്പൊക്കം ഉണ്ടായ 99 വെള്ളപ്പൊക്കം, 42 വെള്ളപ്പൊക്കം, 61 വെള്ളപ്പൊക്കം, ഈ 3 സമയത്തും നന്നായി ആ പ്രദേശത്ത് നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പെയ്യുന്ന മഴയുടെ
ജലനിരപ്പ് മഴ വന്ന് കൂടി ജലനിരപ്പ് ഡാമിനേക്കാൾ ഉയർന്ന 160 അടി വരെ വന്നാൽ 11 മണിക്കൂറോളം തുടർച്ച, ഇതല്ല എൻ്റെ നിഗമനങ്ങളൊന്നുമല്ല, എൻ്റെ സ്റ്റഡിയൊന്നുമല്ല, ഇത് റൂർക്കി IIT-യിലെയും ബോംബെ IIT അല്ലെ ഡൽഹി IIT-ക്കാരും കേരള ഗവൺമെൻറ്റിന് വേണ്ടി പഠിച്ചു കൊടുത്ത രേഖയിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. 11 മണിക്കൂർ തുടർച്ചയായി മഴ നിൽക്കുകയൊക്കെ ചെയ്താൽ ഡാം ഇൻസ്റ്റേബിൾ ആകുമെന്നും അതിന് ഇടുക്കി ഡാമിനും അത് ഉൾക്കൊള്ളാൻ, കാര്യം ഇപ്പം നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇടുക്കി ഡാം ഇതെല്ലാം ഉൾക്കൊള്ളുമെന്നുള്ളതാണ്, ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളൊരു റിപ്പോർട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചറിനെ സംബന്ധിച്ചും സുർക്കി എന്ന് പറയുന്ന കുമ്മായവും സുർക്കിയും പുറത്ത് കുറച്ച് പോറലുകളും ഇതൊക്കെ കണ്ടപ്പോൾ വെള്ളം കുറഞ്ഞ സമയത്ത് അകത്തും റിമോട്ട് സ്കാനർ വെച്ച് പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ വിള്ളലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വിള്ളലുകളല്ല, പോറലുകൾ, ഈ പൊടിഞ്ഞ് പോയിട്ടുള്ളത്. അതിനവർ ടൺ കണക്കും പറയുന്നുണ്ട്. അതിനകത്തുനിന്ന് കുമ്മായം പുറത്തെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഈ സുർക്കി പോലുള്ളത് മിശ്രിതം പൊളിഞ്ഞു പോയതിൻ്റെ ടൺ കണക്കും പറയുന്നുണ്ട്. ഇൻ്റർനാഷണലായിട്ടുള്ള ഡാം സേഫ്റ്റിയെ സംബന്ധിക്കുന്ന കമ്മിറ്റികളും അനിശ്ചിതത്വം നിൽക്കുന്ന ഡാമുകളിൽ മുല്ലപ്പെരിയാർ ഡാമിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിതൊന്നും പറയുന്നത് നാളെ അവിടെയുള്ള ആളുകളെ പേടിക്കാനോ ഒന്നുമല്ല, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പഠനങ്ങളുണ്ട്. നിരവധി തവണ കേരളം ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കമ്മീഷന് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചപ്പോൾ ഇപ്പോൾ മരിച്ചുപോയ എന്നാണ് എൻ്റെ വിശ്വാസം, മരിച്ചുപോയി, ഇത് ഇനി തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, പ്രേക്ഷകർ കേൾക്കുമ്പോൾ മരിച്ചുപോയി, രാമസ്വാമി അയ്യർ സെക്രട്ടറി IAS-കാരനായിരുന്ന തമിഴ്നാട് സെക്രട്ടറി, തമിഴ്നാട്ടിലെ ഉണ്ടായിരുന്ന അദ്ദേഹം കേന്ദ്ര ജലവിഭവ വകുപ്പിന് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം വളരെ ആഴത്തിൽ ഈ വിഷയങ്ങളെ പഠിക്കുകയും നദീജല കരാറുകളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എഴുതുകയും വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ഡാം സുരക്ഷിതമല്ല. രണ്ടാമത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ശരി ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ, ഞാനൊരു IAS-കാരനാണ്, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഒരു അന്താരാഷ്ട്ര ഏജൻസിയെ വെച്ച് ഇതിന് പഠനം നടത്തണം. ഒരിക്കലും CWC-യിലെ ആളുകളെ വെച്ച് ഇത് പഠിക്കരുത്, സെൻട്രൽ വാട്ടർ കമ്മീഷനിലെ ആളുകളെ വെച്ച് പഠിക്കരുത്. സുപ്രീം കോടതി നിയോഗിച്ചത് CWC-യിലെ ആളുകളെ വെച്ച് പഠിക്കണോ വേണ്ടോ തീരുമാനിച്ചപ്പോൾ CWC-യിലെ റിട്ടയർ ആയിട്ടുള്ള തട്ടേ സാറിനെയാണ് ഇതിനകത്ത് ചുമതലപ്പെടുത്തിയത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ കേരളത്തിൻ്റെ പരാതി നമ്മളെ സീരിയസ് ആയി കേട്ടില്ല എന്നുള്ളതാണ്. ജസ്റ്റിസ് KT തോമസ് സാറിനോടും കേരളത്തിൻ്റെ പ്രതിനിധിയായി വെച്ച KT തോമസ് സാറിനോടും നമുക്കുള്ള പരാതി, അതെൻ്റെ പരാതിയല്ല, ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പരാതി. അദ്ദേഹം നന്നായി കാര്യങ്ങൾ ലിസൺ ചെയ്തില്ല എന്നുള്ള, അതിന് സമയം അനുവദിച്ചില്ല എന്നുള്ള പരാതിയുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം മന്ത്രി ഒരിക്കലും റോഷി അഗസ്റ്റിനെ പോലെയോ അല്ലെങ്കിൽ ഞാനാണ് മന്ത്രിയായാലും പൊട്ടും നിങ്ങളെല്ലാവരും ഓടിപ്പൊക്കണമെന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ സുരക്ഷിതരായിരിക്കൂ, ഞങ്ങളെല്ലാ സൗകര്യങ്ങളും ചെയ്തിരിക്കും എന്നേ അദ്ദേഹത്തിന് പറയാൻ കഴിയൂ. അത് അദ്ദേഹം മന്ത്രിയാണ്, കാരണം ഈ ഭരണഘടന തൊട്ട് സത്യം ചെയ്തിരിക്കുന്ന മന്ത്രിയാണ്. നമുക്ക് വേണ്ടത് മുല്ലപ്പെരിയാറിനൊരു മേൽനോട്ട സമിതി ഉണ്ടല്ലോ, ആ മേൽനോട്ട സമിതി അവിടെ സന്ദർശിച്ചിട്ട് ഒരു സംയുക്ത പ്രസ്താവന ഇറക്കട്ടെ. ചാനലുകളൊന്നും ചർച്ച ചെയ്യത്തില്ല, ഒരു പത്രവും ചർച്ച ചെയ്യത്തില്ല, ഒരു സംയുക്ത പ്രസ്താവന കൊടുക്കുക. പക്ഷേ ആരുടെ പ്രസ്താവന വേണം? ഇന്ന് കളക്ട്രേറ്റിൽ കൂടിയ മീറ്റിങ്ങിൽ ഏത് വിദഗ്ധനാണ് ഇരുന്ന് മീറ്റിംഗ് കൂടിയത്? അവിടുത്തെ കുറച്ച് ആളുകൾ, പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ കുറച്ച് ആളുകളും വകുപ്പിലെ കുറേ ഉദ്യോഗസ്ഥർ ഇരുന്നിട്ട് ഇത് പൊട്ടില്ല എന്ന് പറഞ്ഞാലൊന്നും നമുക്ക് പൊട്ടില്ല, അത് സമ്മതിച്ചു. പൊട്ടുന്ന കാര്യത്തെക്കുറിച്ച് ഞാനല്ല ചർച്ച ചെയ്യുന്നത്, പൊട്ടുമെന്നുള്ള ചർച്ചയെ ഞാൻ പറയുന്നില്ല. പക്ഷേ ആശങ്ക ജനങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് വിദഗ്ധ സമിതിയാണ്, നമ്പർ 1. നമ്പർ 2, കേന്ദ്ര ജല കമ്മീഷൻ ഉണ്ട് ഇവിടെ. ഡാം സേഫ്റ്റിക്ക് ഡാം സേഫ്റ്റി അതോറിറ്റി ഉണ്ട് ഇന്ത്യക്ക്. അത് താൽക്കാലിക സംവിധാനമാണെന്നൊക്കെ പറയുന്നെങ്കിലും നമ്മുടെ മുൻ മന്ത്രി PJ ജോസഫ് സാറിൻ്റെ മരുമകൻ ഡോക്ടർ ജോ, ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് പിന്നെ ചർച്ചകളിൽ കൊണ്ട്, ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ കിട്ടാത്തതാണ്, നമുക്ക് ചർച്ചകൾ കൊണ്ടുവരണം. അദ്ദേഹം ഒരു കേസ് കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. ആ കേസിൽ പല വിധികളും അനുകൂലമായി പല കാര്യങ്ങളും അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സെൻട്രൽ ഗവൺമെൻറ് ഡാം സേഫ്റ്റി അതോറിറ്റിയിലേക്ക് ഇതിൻ്റെ അധികാരം മാറ്റണം. നമ്മൾ പഠിച്ചു വെക്കുന്ന പോലെ മുല്ലപ്പെരിയാർ ഡാം ഒരു ജലക്കരാറല്ല. അങ്ങനെ തമിഴ്നാടിന് വെള്ളം കൊടുത്ത് നമ്മൾ പൈസ വാങ്ങുന്നുമില്ല. മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് പാട്ടത്തിന് സ്ഥലം കൊടുത്തിരിക്കുന്നൊരു കരാറാണ്. 8000 ഏക്കർ സ്ഥലം 5 രൂപ വെച്ച് അന്ന് കൊടുത്ത് പിന്നെ പൈസ കൂട്ടി. അങ്ങനെ പാട്ടത്തിന് സ്ഥലം കൊടുത്തിരിക്കുന്ന ഒരു പട്ടക്കരാർ മാത്രമാണ്. അല്ല, ഈ പട്ടക്കരാർ 999 വർഷത്തേക്ക് എഴുതിയപ്പോൾ അതിനകത്തുള്ളൊരു പ്രശ്നം, 99 വർഷത്തേക്കാണ്, ഒരു 9 കൂട്ടിച്ചേർത്താണ്. അതിനകത്തുള്ളൊരു പ്രശ്നം, ബ്രിട്ടീഷുകാർ ഇത് ലോകത്ത് ഇതുപോലെ പല സ്ഥലത്തും പോയി പല അബദ്ധവും കാണിച്ചിട്ടുണ്ട്. 350 വർഷത്തേക്ക് 400 വർഷത്തേക്കൊക്കെ എഴുതിയിട്ടുണ്ട് കരാർ. ഇത് 999 ആണോ എന്ന് സുപ്രീം കോടതി എന്തുകൊണ്ട് ചികഞ്ഞു പോയില്ല എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചികഞ്ഞു പോയി ഇത് ക്യാൻസൽ ചെയ്താൽ
ഒരുപാട് കരാറുകൾ നമുക്ക് ഈ രാജ്യത്ത് രക്തപ്പുഴ ഒഴുകുന്ന ഒരുപാട് കരാറുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റദ്ദ് ചെയ്യേണ്ടി വരും. പലരും കേസുകളായിട്ടൊക്കെ വരും. സുപ്രീം കോടതി ചെയ്യുന്ന പണി എന്താ? അവരെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ അവർ നോക്കി ഒരു നല്ല സുഖകരമായ കാര്യങ്ങൾ നോക്കിയിട്ടാണ് പല ഉത്തരവുകൾ. നമ്മൾ ഇതിൻ്റെ മാത്രമല്ല, ഒരുപാട് ഉത്തരവുകൾ നമ്മൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. ഇനി വിശാഖം തിരുമാൾ ഒരുപാട് വീഡിയോ കറങ്ങുന്നുണ്ട്. വിശാഖം തിരുമാൾ രാജാവ് അദ്ദേഹത്തിൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് അദ്ദേഹം മരിച്ചതിന് ശേഷം ഒരു രേഖ പറയുന്നത്, ഇത് കറക്റ്റ് ചെയ്യണം. ഇതെല്ലാം ഞാൻ പറയുന്നതല്ല, രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. ഇതെല്ലാം അവസാന വാക്കായിട്ടൊന്നും ആരും എടുക്കരുത്. നമുക്ക് ഡിസ്കഷനാണ് വേണ്ടത്. അദ്ദേഹം മരിച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് ഈ ഉത്തരവ് ഒപ്പിടുന്നതെന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഹൃദയരക്തം കൊണ്ട് ഒപ്പിടുന്നത്? മാത്രമല്ല, അന്ന് 5 തെങ്ങ് കോട്ട ബ്രിട്ടീഷുകാരുടെ കയ്യിലിരിക്കുകയാണ്. അന്ന് അതുപോലെ തന്നെ പിന്നെ കുറേ കായൽ പ്രദേശങ്ങൾ, കുറച്ച് സ്ഥലങ്ങളൊക്കെ 5 തെങ്ങ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ആരുടെ കയ്യിലിരിക്കുകയാണ്? ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലാണ്. അവർ കോട്ടയെല്ലാം കെട്ടി വച്ചിരിക്കുകയാണ്. അത് നമ്മൾ ചോദിച്ചു. ഒരുപാട് ബാർഗെയിനിങ് നടന്നു അവരുമായിട്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ ബാർഗെയിനിങ് നടന്നു. ആരുമായിട്ട്? തമിഴ്നാട് ഗവൺമെൻറ്റായിട്ട്. ഇതൊന്നും തമിഴ്നാട് ഗവൺമെൻറ് അനുവദിച്ചില്ല. അത് അനുവദിക്കാതിരിപ്പിക്കുന്നതിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും സൈലൻ്റായി. ബ്രിട്ടീഷ് ഗവൺമെൻറ് അങ്ങനെ സൈലൻ്റ് ആവാൻ കാരണമുണ്ട്. എന്തുകൊണ്ട് അവർ സൈലൻ്റായി? വൈഗാ നദിയുടെ തീരത്തുള്ള മധുരയിലെയും ബോഡിനായ്ക്കൂർ ആ പ്രദേശത്തെ 4 ജില്ലകളിൽ കൃഷിക്കാർ കൃഷി ചെയ്യാത്തതുകൊണ്ട്, അവർ ശ്രീലങ്കയിലേക്ക് പോകുന്നത് കൊണ്ടും കപ്പം കിട്ടുന്നില്ല. ആർക്ക്? ബ്രിട്ടീഷുകാർക്ക്. അപ്പോൾ കപ്പത്തിന് വേണ്ടി അവർ സൈന്യത്തെ പ്രയോഗിച്ചിട്ടും കപ്പം കൊടുക്കുന്നില്ല. അപ്പോഴാണ് അവിടുത്തെ പ്രായപൂർത്തിയാകാത്ത രാജാവിൻ്റെ ശിഷ്യനല്ല ഈ ഉപദേശിയായിട്ടുള്ള വ്യക്തി പറഞ്ഞു, ഞങ്ങൾ നോക്കട്ടെ, വെള്ളം കൊണ്ടുവന്നെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയുള്ള വർഷങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഫലമായി ഒരുപാട് എഞ്ചിനീയർമാർ ഉപേക്ഷിച്ചിട്ട് പറഞ്ഞാൽ കേൾക്കാത്ത തോന്നും പെനിക്യുക്കാണ് ആദ്യമായി അവിടെ വന്ന് ഇങ്ങനെ ഒരു ഡാം പണിത്. അല്ല, എത്രയോ റിപ്പോർട്ടുകൾ, ഫീസിബിൾ റിപ്പോർട്ട് വന്നു. അവരെല്ലാം കൊടുത്തത് ഫീസിബിൾ അല്ല എന്നാണ് റിപ്പോർട്ട് കൊടുത്തത്. ഒരു നദീതടത്തിലെ വെള്ളം മറ്റൊരു നദീതടത്തിലെ ഒരു കാച്ച്മെൻറ്റിലെ ഒരു വാട്ടർ ഷെഡിലെ വെള്ളം മറ്റൊരു വാട്ടർ ഷെഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് ഹൈഡ്രോളജിക്കലായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് പെനിക്യുക്ക് തന്നെ ഒരു പ്രാവശ്യം ഉപേക്ഷിച്ചതാണിത്. ഇതെല്ലാം ചരിത്രത്തിൽ കിടപ്പുണ്ട്. 2 പുസ്തകവും ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ, അപ്പോൾ അതിനുശേഷം പിന്നെയാണ് ഇത് പല നിർബന്ധങ്ങൾ തമിഴ്നാടിൻ്റെയും ഈ കരത്തിൻ്റെയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെയൊക്കെ കർശനമായ നിർബന്ധം വന്നതിന് ശേഷമാണ് പെനിക്യുക്ക് ഇത് ഏറ്റെടുക്കുകയും ഇത് ചെയ്തത്. 450 പേർ ആ കാലഘട്ടത്തിൽ മരിച്ചുപോയി. മലമ്പനി വന്നു. എത്ര പ്രാവശ്യം കെട്ടിയപ്പോൾ അത് ഒലിച്ചുപോയി. മൊത്തത്തിൽ ഒലിച്ചു പോയില്ല, അതിൻ്റെ ഭാഗം പോയി. ഇടുക്കി ഡാം ഇല്ലാത്തതുകൊണ്ട് നേര്യമംഗലത്തിൻ്റെ കുറച്ച് ഭാഗം കൂടി പണി നടന്നുകൊണ്ടിരുന്ന കുറച്ച് ഭാഗം പോയി. ഇതിൻ്റെ ചരിത്രം പറയാനിരുന്നാൽ ഒരാഴ്ച പറയേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ചരിത്രം ഞാൻ പറയാനിരിക്കുന്നതിൽ ഒരുപാട് പാനലിസ്റ്റുകളുണ്ട്. എനിക്ക് വളരെ വിനയപുരസരം പറയാനുള്ളത്, ഞാൻ ഇടുക്കിക്കാരനായി നിന്നുകൊണ്ട് പറയട്ടെ, അല്ലെങ്കിൽ എറണാകുളത്തുകാരനായി നിന്നുകൊണ്ട് പറയട്ടെ, 4-5 ജില്ലകളിലെ 10-30 ലക്ഷം ആളുകൾ ആശങ്കയിലാണ്. അത് വിദേശത്തുള്ളവർക്ക് വലിയ ആശങ്കയിലാണ്. ഈ ഒരു ഡാം അവിടെ ഇരിക്കുന്നു. ഭക്രാനങ്കൽ ഡാം തുംഗഭദ്ര ഡാം ഇപ്പോൾ പൊട്ടിയല്ലോ. സാർ പറഞ്ഞല്ലോ ഒരു ഭാഗമാണ് പൊട്ടിയെന്ന്. സാർ 32 ഷട്ടർ ഉയർത്തേണ്ടി വന്നു. ഒരു ഭാഗം പൊട്ടിയപ്പോൾ 4 ജില്ലകൾക്ക് അലർട്ട് കൊടുക്കേണ്ടി വന്നു. എന്തിനാണ് അവർ ഒരു ഭാഗം പൊട്ടിയെങ്കിൽ 32 ഷട്ടർ ഉയർത്തിയത്? അവർക്കറിയാം ഡാം സുരക്ഷിതമല്ല. ഒരെണ്ണം പൊട്ടിയാൽ ബാക്കി തുറന്നില്ലെങ്കിൽ ബാക്കിയും പൊട്ടും, അല്ലെങ്കിൽ അത് പകരം വരും. 32 വരെ തുറന്നു. അവർ 4 ജില്ലയ്ക്ക് അലർട്ട് കൊടുത്തു. എന്തിന്? നമ്മൾ പിന്നെ ഒരു കാറ് പണിത് വെച്ചിരിക്കുന്ന പോലെയോ ഒരു വീട് പണിത് വെച്ചിരിക്കുന്ന പോലെയോ മറ്റേ ഒരു വിമാനത്തിന് പോലെ ഡാം കാണാൻ പറ്റില്ല. കാരണം അതുണ്ടാക്കുന്ന അപകടത്തിൻ്റെ ആധിക്യം, വലിപ്പം എത്രയും നമുക്കറിയില്ല. അതുകൊണ്ട് അടിയന്തരമായി ഡാം ബ്രേക്കിംഗ് അനാലിസിസ് എന്തുകൊണ്ട് നടത്തുന്നില്ല? നടത്തണ്ടേ? അത് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്നതല്ലേ? ഇങ്ങനെ 100,000 ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ തമിഴ്നാടും കേരളവും കേന്ദ്ര ഗവൺമെൻറ്റും ഒന്നിച്ച് ജനങ്ങളോട് ഉത്തരം പറയേണ്ടുന്ന, അല്ലെങ്കിൽ അവരെ ആശങ്ക മാറ്റേണ്ടുന്ന, അവരെ വിശ്വാസത്തിലെടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സാധാരണ ജനങ്ങൾ ആശങ്കപ്പെടും. പക്ഷേ അവരെ വിശ്വാസത്തിലെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രോസസ്സാണ്. അത് നമ്മൾ ചെയ്യാൻ നമ്മുടെ സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് ബാധ്യതയുണ്ട്. യെസ്, 2 പാനലിസ്റ്റുകൾ കൂടി അവരുടെ അഭിപ്രായം പറയാൻ കാത്തിരിക്കുകയാണ്. അവരിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള ഉണർത്തിരിച്ചതാണ്.
മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീ PS സോമനാഥനിലേക്ക് പോകുന്നു. ശ്രീ സോമനാഥൻ, മുഖ്യമന്ത്രിമാർ, അതുപോലെ മന്ത്രിമാർ, അതുപോലെ ഈ മേൽനോട്ട സമിതി, ഉന്നതാധികാര സമിതി, ഇവരൊക്കെ മുല്ലപ്പെരിയാർ സന്ദർശിച്ച സമയത്ത് കൂടെ പോവുകയും ഇത് സമഗ്രമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയാണ് താങ്കൾ. ഇപ്പോൾ വലിയൊരു പ്രകൃതി ദുരന്തത്തിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചു. അപ്പോഴാണ് വീണ്ടും മുല്ലപ്പെരിയാർ വിഷയം ചർച്ചയ്ക്ക് വന്നത്. ഇപ്പോഴെങ്ങനെ കാണുന്നു ഈ വിഷയത്തെ? എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളൊരു കാര്യം, ഞാൻ ഒരു ഇത്തരം കാര്യങ്ങളിൽ ഒരു ഡാം അല്ലെങ്കിൽ ഒരു എൻജിനീയറിങ് എക്സ്പേർട്ടല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയിൽ വിവിധ എക്സ്പേർട്ടുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒപ്പീനിയനും അവരൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുള്ള റിപ്പോർട്ടുകളും ശേഖരിച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളെ മുൻനിർത്തിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം, ഒരണക്കെട്ട്, ലോകത്തുള്ള ഏതണക്കെട്ടും, മനുഷ്യനിർമ്മിതമായ ഏതണക്കെട്ടും തീർച്ചയായും തകരും. അത് തകരുന്നതിന് വിവിധ കാരണങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് ഭൂചലനമാവാം, ഫ്ലഡാവാം, സ്ട്രക്ചറിൻ്റെ ഡിഫക്റ്റ് ആവാം, അതല്ലെങ്കിൽ മനുഷ്യ ഇടപെടലാവാം. ഏത് കാരണങ്ങളും ഒരു അണക്കെട്ട് തകരാൻ പര്യാപ്തമാണ്. എന്നാൽ അണക്കെട്ട് തകരാതിരിക്കാൻ ഒരു കാരണവുമില്ല. ഏതണക്കെട്ടും ആയിക്കോട്ടെ. അപ്പോൾ പിന്നെ മുല്ലപ്പെരിയാർ, എല്ലാ അണക്കെട്ടും തകരുമെങ്കിൽ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ മാത്രം എന്തിനാണ് നമ്മൾ ഈ ആശങ്കപ്പെടുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും അപ്പോൾ ഉയർന്നു വരാം. അതിനെനിക്ക് പറയാനുള്ള മറുപടി, ഏത് അണക്കെട്ടായാലും, ഏത് രാജ്യത്തായാലും, ഏത് സംസ്ഥാനത്തായാലും, ആ അണക്കെട്ട് നിർമ്മിക്കുന്ന സംസ്ഥാനം, അത് ഓൺ ചെയ്യുന്ന സംസ്ഥാനം അല്ലെങ്കിൽ ഓൺ ചെയ്യുന്ന ഏജൻസി അതിൻ്റെ ഓപ്പറേഷൻ അതോറിറ്റി കൂടിയാണ്. അത്തരത്തിൽ ഒരു അണക്കെട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, മനുഷ്യനിർമ്മിതമാണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടാവാം. പ്രത്യേകിച്ച് പ്രകൃതിക്ഷോഭം മൂലമുള്ള കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടാവാം, ഡിഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം ഉണ്ടാവാം. അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടാൽ ആ അണക്കെട്ടിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാൻ, ഒന്നുകിൽ വാട്ടർ ലെവൽ താഴ്ത്തി നിർത്തുക, അതല്ലെങ്കിൽ വേണ്ടി വന്നാൽ ഡീകമ്മീഷൻ ചെയ്യുക എന്ന് തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും മുൻകരുതൽ നടപടി എടുക്കാനുള്ള പൂർണ്ണ അധികാരം ആ സ്റ്റേറ്റിനുണ്ട്, ആ അധികാരിക്കുണ്ട്, അല്ലെങ്കിൽ ആ ഡാം ഓൺ ചെയ്യുന്നവർക്കുണ്ട്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ അതിന് താഴ്വരയിൽ താമസിക്കുന്ന ജനലക്ഷങ്ങളുടെ ജീവന് വില പറയുന്ന ഈ അണക്കെട്ടിൻ്റെ മേൽ കേരള സംസ്ഥാനത്തിന് യാതൊരു അധികാരവുമില്ല. അവിടെ എന്തെങ്കിലും ഒരു നടപടി, ഒരു ഇല മാറ്റിയിടണമെങ്കിൽ തമിഴ്നാടിൻ്റെ ഔദാര്യം വേണം. ആ ഔദാര്യത്തിന് വേണ്ടി കത്തിടപാടുകൾ നടത്തണം. 1-2 കത്ത് കൊണ്ടൊന്നും ഔദാര്യം അനുവദിച്ച് കിട്ടത്തില്ല. ഇതിനു മുമ്പ് നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കാര്യം ഒരു പ്രത്യേക സ്പെഷ്യൽ കേസാണ്. കേരളത്തിൽ അത് സ്പെഷ്യൽ കേസായിട്ട് ചർച്ച ചെയ്യണം. ഇത് പറയുമ്പോൾ നമ്മൾ പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കി ആരെയെങ്കിലും ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഈ കേരളത്തിലെ ജനങ്ങളോട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അപകടാവസ്ഥയുണ്ടെന്ന് ആദ്യമായി പറഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട 1979 ഒക്ടോബർ മാസം 29-ാം തീയതി കേരള നിയമസഭയിൽ അവതരിപ്പിച്ച 23-ാം തീയതി കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് മറുപടിയായിട്ട് CH മുഹമ്മദ് കോയയാണ്. കേരള മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്നും ഈ അണക്കെട്ട് പുതുക്കിപ്പണിയണമെന്നും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും അതിലെ ജലനിരപ്പ് അടിയന്തരമായി കുറയ്ക്കണമെന്നും കേന്ദ്ര ജല കമ്മീഷന് കത്തെഴുതിയതും കേരള നിയമസഭയിലൂടെ കേരളത്തിലെ ജനങ്ങളോട് ആ വിവരം പറഞ്ഞതും. അവിടെ മുതൽ ഇങ്ങോട്ടുള്ള ഭരണാധികാരികൾ ആരും തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ബലക്ഷയമില്ല എന്ന് അധികാരത്തിലിരിക്കുമ്പം പറയാറില്ല, പുറത്തിറങ്ങി നിൽക്കുമ്പം പറയും. എന്നാൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ അണക്കെട്ടിന് ബലക്ഷയമുണ്ട് എന്ന് പറഞ്ഞവർ അധികാരത്തിൽ വരുമ്പോൾ മാറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കീഴ്വഴക്കം നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അതുകൊണ്ട് ഇതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, ആ ഒരു സെക്ഷൻ എനിക്ക് വേറെ 1-2 കാര്യം പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാനുണ്ട്. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ജനിച്ചാൽ മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് വരെ മരിച്ചില്ല എന്ന് കണ്ട് നാളെ മരിക്കുകയല്ലെന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റും? ആ ഒരു ഉറപ്പില്ലാത്തടത്തോളം കാലം ഇന്ന് വരെ തകരാത്തത് കൊണ്ട് നാളെ തകരില്ലെന്നോ നാളെ തകരുമെന്നോ പറയാൻ ഞാനാളല്ല. പക്ഷേ നാളെ തകരില്ല എന്ന് ഉറപ്പിച്ച് പറയാനുള്ള ആത്മവിശ്വാസമൊന്നും എനിക്കില്ല, എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലില്ല. പിന്നെ ഇവിടെ നമ്മുടെ ത്രിവിക്രമൻ സാറ്, അദ്ദേഹം വളരെ സാങ്കേതിക വിദഗ്ധനാണ്. അദ്ദേഹം സാങ്കേതികമായി പറഞ്ഞൊരു കാര്യം, എല്ലാ അണക്കെട്ടുകളും വാട്ടർ ടൈറ്റ് ഫൗണ്ടേഷൻ. സാർ, മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വാട്ടർ ടൈറ്റ് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ 2 തവണ ഒലിച്ചു പോവില്ലായിരുന്നു സാർ. 2 തവണ 1886 നിർമ്മാണം തുടങ്ങിയ അണക്കെട്ട്
2 തവണ വലിയ അളവിൽ, അതിൻ്റെ അളവ് വേണമെങ്കിൽ ഞാൻ പറയാം. എൻ്റെ കയ്യിലൊരു ആധികാരിക രേഖയുണ്ട്. ആ ആധികാരിക രേഖ ഇത് കേരളത്തിൻ്റെ രേഖയല്ല, തമിഴ്നാട് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് എം മോഹനകൃഷ്ണൻ തയ്യാറാക്കിയതാണ്. കാണാമെന്ന് ഞാൻ കരുതുന്നു. ഹിസ്റ്ററി ഓഫ് ദ പെരിയാർ ഡാം വിത്ത് എ സെഞ്ചുറി ലോങ് പെർഫോമൻസ്, ഏതാണ്ട് 300ഓളം പേജുകൾ വരുന്ന ഒരു ഡോക്യുമെൻറ്റ്. ഇതിനകത്തുണ്ട് എത്ര ടൺ കരിങ്കല്ലും സുർക്കിയും ഒളിച്ചുപോയി, എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞ 100 വർഷം, അതായത് 1895 മുതൽ 1995 വരെ കേരളം അറിയാത്ത മുല്ലപ്പെരിയാറ്റിൽ നടന്ന കഥകളുടെ ഒരു സംഗ്രഹമാണിത്. ഇതിനകത്ത് ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, മുല്ലപ്പെരിയാർ 2 വട്ടം അടിത്തറ ഒലിച്ചുപോയി സാർ. അന്നെന്താണ് ഈ വാട്ടർ ടൈറ്റ് ഫൗണ്ടേഷൻ ഫലപ്രദമാകാഞ്ഞത്? അങ്ങനെ ടൈറ്റ് ഫൗണ്ടേഷൻ ഫലപ്രദമല്ല എന്ന് കണ്ടെത്തിയെടുത്ത് വീണ്ടും ഒരു ഡാം പണിത് വെച്ച് 50 വർഷത്തെ ആയുസ് പറഞ്ഞു. ആ 50 വർഷത്തെ ആയുസ് പറയുന്നതിന് സാങ്കേതികമായി മറ്റൊരു കാരണം കൂടിയുണ്ട്. സാർ പറഞ്ഞതുപോലെ, അതും അദ്ദേഹം പറഞ്ഞതിനെ ഖണ്ഡിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ കരിങ്കല്ലും സുർക്കിയും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ജലമുഖവും പിൻഭാഗവും കരിങ്കൽ കൊണ്ട് കെട്ടിയ, നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാലേ ഇരുവാക്കയ്യാല എന്ന് പറയും. 2 സൈഡ് കരിങ്കല്ല് കെട്ടും, നടുക്ക് മണ്ണിട്ട് നിറയ്ക്കും. ഇവിടെ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് 2 സൈഡും കരിങ്കല്ല് കെട്ടിയിട്ട് നടുക്ക് സുർക്കിയാണ്. ആ സുർക്കി വെള്ളത്തിൻ്റെ സാമീപ്യം ഉണ്ടാകുമ്പോൾ ഒരു നിശ്ചിത അളവിൽ അതിൽ നിന്ന് കുമ്മായം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ്. അങ്ങനെ പ്രൂവ് ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഈ സുർക്കിയുടെ ബലം പൂർണ്ണമായി നഷ്ടപ്പെടുമെന്നുള്ളതുകൊണ്ടാണ് പെന്നിക്കുക്ക് പറഞ്ഞല്ല. പെന്നിക്കുക്ക് 50 വർഷം കഴിഞ്ഞ് എനിക്ക് ശേഷം പ്രളയം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞല്ലോ, കൃത്യമായി കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അത് സംഭവിക്കുകയും ചെയ്തു. 1924 ആദ്യമായി മുല്ലപ്പെരിയാർ ഡാമിൽ ബ്രിട്ടീഷ് എഞ്ചിനീയറായ LH ഗർഗ് എന്ന് പറയുന്ന എഞ്ചിനീയർ പരിശോധന നടത്തിയിട്ട് അണക്കെട്ടിനകത്തെ സുർക്കി ഗണ്യമായ തോതിൽ ഒലിച്ചു പോകുന്നത്, അതിൻ്റെ സീപ്പേജ് ജലം പരിശോധിച്ചിട്ട് ആ സീപ്പേജ് ജലത്തിലെ സുർക്കിയുടെ ക്വാണ്ടിറ്റി മനസ്സിലാക്കി, ശാസ്ത്രീയമായി പരിശോധിച്ച് ക്വാണ്ടിറ്റി മനസ്സിലാക്കിയിട്ട് അതിന് പകരം 40 ടൺ സിമെന്റ് ഉപയോഗിച്ചാണ് അത് പിന്നീട് ഗ്രൗട്ട് ചെയ്തത്. 1931 40 ടൺ സിമെന്റ്. എന്നാൽ പിന്നെ സുർക്കി അത്ര നല്ലതാണെങ്കിൽ പിന്നെന്താണ് ഈ 25-30 വർഷം കഴിഞ്ഞപ്പോൾ അതേ സുർക്കി ഉപയോഗിക്കാതിരുന്നത്? സുർക്കിയുടെ ബലക്ഷയം കൊണ്ടാണ് സിമെന്റ് ഉപയോഗിക്കേണ്ടി വന്നത്. അവിടെ കൊണ്ടും അവസാനിച്ചില്ല. 1957-58 വീണ്ടും അണക്കെട്ട് പരിശോധിക്കുമ്പോൾ അതിൽ ഗണ്യമായ തോതിൽ സുർക്കി ഒലിച്ചുപോയത് കണ്ടെത്തി. അത് പരിഹരിക്കുന്നതിന് വേണ്ടി 505.35 ടൺ സിമെന്റ് ഗ്രൗട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 241 ഡ്രിൽ ഹോളുകൾ അണക്കെട്ട് തുറന്നിട്ട് 252 ഹോളുകൾ ഉണ്ടാക്കി ആ ഹോളിനകത്തേക്കാണ് സിമെന്റ് ഇഞ്ചക്ട് ചെയ്ത് കയറ്റിയത്. അപ്പോഴും സുർക്കിയുടെ ബലത്തെക്കുറിച്ച് ആരും ആധികാരികമായി അവകാശവാദമൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഡാം ദുർബലമായപ്പോഴാണ് 1979 സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഇടപെടലുണ്ടാവുന്നതും കേരള ഗവൺമെന്റ് ഇടപെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം അതിൻ്റെ അപകടാവസ്ഥയെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിൽ മലയാളികളല്ല, ലോകത്തുള്ള മലയാളികൾ അല്ലെങ്കിൽ ആരെങ്കിലും ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ആശങ്കയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ അണക്കെട്ടുണ്ടാക്കി വെച്ചവരും ഇതിൻ്റെ പിന്നിലെ അധിനിവേശ കരാറും, അതിനെക്കുറിച്ച് പറയാൻ സമയമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറയാം. ഈ കരാറിൽ തിരുവിതാംകൂർ ഒപ്പുവെച്ചിട്ടില്ല എന്ന് ഞാൻ ഇവിടെ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നു. അത് പ്രൂവ് ചെയ്യാൻ അടുത്ത ഘട്ടത്തിൽ എനിക്ക് സമയം തന്നാൽ മതി. ഇപ്പോൾ ഇതെല്ലാം കൂടെ പറയണ്ട, ഇനിയും പാനലിസ്റ്റുകളുണ്ട്. എനിക്ക് പറയാൻ അവസരം തന്നാൽ ഞാനത് പറയാം, എന്താണ് അതിനകത്ത് സംഭവിച്ചതെന്ന്. അത്തരത്തിൽ നമ്മളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു കരാർ. പറയൂ. അതെ, അതൊരു പുതിയ അറിവാണ്. അത് ഞാൻ വെളിപ്പെടുത്താം, പൂർണ്ണമായും വെളിപ്പെടുത്താം, തീർച്ചയായും വെളിപ്പെടുത്താം. ഞാനിപ്പോ വെളിപ്പെടുത്തണോ? അല്ല, എന്തായാലും മറ്റു പാനലിസ്റ്റുകൾക്ക് അവസരം കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് വരാം. സോമനാഥൻ, അത് കേൾക്കാൻ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവും. ശ്രീ ഷാജി സെബാസ്റ്റ്യൻ, എന്താണ് താങ്കളുടെ ഒരു അസസ്മെന്റ്? എന്താണ്? ഓക്കെ, അതാണ് തീർച്ചയായും എൻ്റെ അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഡാം പൊട്ടുമോ എന്ന് ചോദിച്ചാൽ പൊട്ടൂല എന്ന് പറയുന്നത് ഇപ്പം ഇവരാരും പറഞ്ഞില്ല. പൊട്ടാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പ്രതിവിധി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ബേസിക്കലി ഞാൻ ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ചെറുപ്പത്തിൽ, ഞാൻ 80കളിലെ കാര്യമാണ് പറയുന്നത്, 1980 കാലഘട്ടത്തിൽ ഈ ഡാമിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അന്ന് കാലത്ത് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഫോറസ്റ്റ് ഏരിയയായിട്ടൊരു ലോഹ്യം ഉണ്ടെങ്കിൽ നമ്മളെ ബോട്ടെ കൊണ്ടുപോകും, നമുക്ക് അതിൻ്റെ മുകളിൽ പോയി നിന്ന് കാണാൻ പറ്റും. അപ്പം എനിക്കതേക്കുറിച്ച് ഐഡിയ ഉണ്ട്. ഞാൻ പവർ ജനറേഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഇലക്ട്രിസിറ്റി ജനറേഷൻ.
അവിടുന്ന് ഇപ്പം തമിഴ്നാട് ചെയ്യുന്ന അതിൻ്റെ എഗ്രിമെൻ്റ് കാര്യത്തിലൊന്നും ഞാൻ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ ആ ഗവൺമെൻറ് ചെയ്തത് ശരിയല്ല എന്നും പറയാനൊന്നും ഞാൻ തയ്യാറില്ല, അല്ലെങ്കിൽ ഇവർ ചെയ്തത് ശരിയല്ല എന്ന്. ഇപ്പോൾ അവിടെ 4 പെൻസ്റ്റോക്ക് പൈപ്പിൽ കൂടെ വെള്ളം കൊണ്ടുപോയിട്ട് ഓരോ പെൻസ്റ്റോക്കിൽ നിന്നും 40 മെഗാവാട്ട്, ഏകദേശം 160 മെഗാവാട്ട് വൈദ്യുതി അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവർ വല്ലതും നമുക്ക് തരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഐ ആം പ്യൂർലി ടെക്നിക്കൽ മാൻ. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത്, അത് ദാറ്റ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. ഈ വെള്ളം മുഴുവൻ ഒഴുകുന്നത് വൈഗ ഡാമിലേക്കാണ്. ഇപ്പോൾ ഒരു അപ്പർ വൈഗ എന്ന് പറഞ്ഞൊരു പണി കഴിഞ്ഞ വർഷമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു ഡൈവേർഷൻ സ്കീം ഉണ്ടായിരുന്നു. അവിടുന്ന് പൈപ്പ് ഇട്ട് വെള്ളം മധുരയ്ക്ക് കൊണ്ടുപോകുന്നൊരു സ്കീമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ തമിഴ്നാടിനെ സംബന്ധിച്ച് അവർക്ക് വെള്ളം മതി. നമുക്ക് വെള്ളം കൊടുക്കാൻ എന്നാ പാടിരിക്കുന്നത്? ഇത് ഇത്ര വലിയ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല. അവർക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഒരു പുതിയ ടണലുണ്ടാക്കിയാൽ പോരി. അതായത് നമ്മളെ സംബന്ധിച്ച് 152 അടി പൊക്കുമ്പോഴാണ് ഈ ഡാം പൊട്ടുമെന്നുള്ള പേടി വരുന്നത്. അതേസമയം ലോകം മൊത്തം നിങ്ങൾ നോക്കിയോ, ഇന്നെല്ലാം ഡീകമ്മീഷനിങ്ങിൻ്റെ കാലഘട്ടമാണ്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കില്ല. നമ്മളെ സംബന്ധിച്ച് ഈ ഡാം പാർഷ്യൽ ഡീകമ്മീഷനിങ്, പുതിയൊരു ടണലുണ്ടാക്കുക. ആ ടണലിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞ് 3.5 മീറ്റർ, അതായത് 10-12 അടി വ്യാസത്തിൽ ഒരു ടണലുണ്ടാക്കിയിട്ട് വെള്ളം അവർ കൊണ്ടുപോട്ടെ. ആ വെള്ളം പോകുന്നത് വഴിയിൽ ഈ പെൻസ്റ്റോക്ക് പൈപ്പ്, അപ്പം ഞാൻ അവിടുത്തെ ഒരു വൈദ്യുതി എഞ്ചിനീയർ, ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തി ആയിരുന്നു. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അവരുടെ പവർ ജനറേഷൻ കുറയും. 40 മെഗാവാട്ടിൻ്റെ 4 ജനറേറ്റർ 30 മെഗാവാട്ട് കുറയും. അതായത് 160 എന്നുള്ളത് 120 കുറയും. ആയിക്കോട്ടെ, 120 മെഗാവാട്ട് അവരുണ്ടാക്കിക്കോട്ടെ, നമുക്ക് തന്നെ കുഴപ്പം, ഓൾറെഡി കൊടുത്തതല്ലേ, പിന്നെ പോട്ടെ. അപ്പോൾ ആ രീതിയിൽ ദാറ്റ് ഈസ് നമ്പർ 1 സൊല്യൂഷൻ. അതിൻ്റെ കോസ്റ്റ് വർക്കൗട്ട് ചെയ്താൽ വരുന്ന ഏകദേശം 100 കോടി രൂപ. അതായത് നമ്മളിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 2000 കോടി രൂപയ്ക്ക് ചോദിക്കുന്നുള്ളൂ വയനാട്ടിലൊരു അപകടം ഉണ്ടായിട്ട്. അത് നോക്കുമ്പോൾ 100 കോടി രൂപ എന്താ, ഒന്നുമല്ല, ഇറ്റ് ഇസ് നത്തിങ്. സെൻട്രൽ ഗവൺമെൻറ് വിൽ പ്രൊവൈഡ് ദാറ്റ് മണി. അല്ലെങ്കിൽ എനിക്കറിയില്ല, ആ കാര്യത്തിലൊന്നും എനിക്ക് എക്സ്പെർട്ടൈസ് ഒന്നുമില്ല. അങ്ങനെ ഒരു പുതിയ ടണലുണ്ടാക്കിയിട്ട് ലെറ്റ് ദം ടേക്ക് ദി വാട്ടർ, ലെറ്റ് ദം ഷെയർ ഇറ്റ്, തമിഴ്നാട് ഷെയർ ചെയ്യട്ടെ, അവർ സമ്മതിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ദാറ്റ് ഇസ് 1 സൊല്യൂഷൻ. രണ്ടാമത്തെ സൊല്യൂഷൻ ഡാം ക്യാപ്പിംഗ്. ആ വാക്ക് ഇന്ന് വരെ ആരും ഉപയോഗിച്ചിട്ടില്ല. ഡാം ക്യാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് മൊത്തം ക്യൂബിക് മീറ്റർ എടുത്താൽ, അതായത് ഏകദേശം 350 തൊട്ട് 400 മീറ്റർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. 400 മീറ്റർ നീളവേ ആ ഡാമിനുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ പൊക്കം എത്രയാ, 152 അടിയേ ഉള്ളൂ പൊക്കം. എന്ന് പറഞ്ഞാൽ 60 മീറ്ററേ ഉള്ളൂ. അത് ക്യാപ്പ് തന്നെ പാടിരിക്കുന്നേ ക്വാണ്ടിറ്റി കൊണ്ട്. താഴെ പുതിയ ഡാം പണിയാന്ന് പറയുന്നത് എനിക്കറിയില്ല, 1500 കോടിയും അല്ലെങ്കിൽ 1300 കോടിയൊക്കെ എമൗണ്ട് ആവുമെന്ന് പറയുന്നു. അത് പണിയേണ്ട കാര്യം എന്നാ? അതിൻ്റെ മുകളിൽ ഏകദേശം ഒരു 1.5 മീറ്റർ ക്യാപ്പിംഗ് ഇട്ടാൽ മതി. RCC ക്യാപ്പിംഗ് വിത്ത് ബീം സപ്പോർട്ട്സ്. അത് ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 200 കോടി രൂപ വരും. ഈ 200 കോടി രൂപ നോക്കുമല്ലോ, ആനയാണോ? അപ്പോൾ കേരളം മൊത്തം പ്രൊട്ടക്റ്റഡ് ആവും. എല്ലാ രാജ്യങ്ങളിലും അതാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു രാജ്യങ്ങളും പോയിട്ട് താഴെ പുതിയ ഡാം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എനിക്കറിയില്ല. പിന്നെ നമുക്ക് ആകെ 2 ഡാമാണ് സേഫ്റ്റി പ്രശ്നമുള്ളത്. ഒന്ന് ഇതും, പിന്നെ ഇടുക്കി ഡാം സേഫ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതിനടുത്തുള്ള ചെറുതോണി ഡാം വലിയ കുഴപ്പമില്ല. പക്ഷെ കുളമാവ് ഡാമിൻ്റെ മുകളിൽ കൂടെ പോയിട്ടുള്ളവർക്ക് അറിയാം, അതിന് 2 സൈഡും ഈ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രശ്നം അത്രേ ഉള്ളൂ. ഡാം ആശിച്ച് പൊട്ടുപോന്ന് ചോദിച്ചാൽ പൊട്ടിച്ചാൽ, പക്ഷേ അവിടെ ഒരു ഭൂമിയൊഴുക്കം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഈ അതിതീവ്രത മഴ. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് സംരക്ഷണ സമിതിയുടെ വക്താക്കൾ പറയുന്ന കേരളം മുഴുവൻ സീസ്മിക് ഏരിയയാണ്. ഇപ്പോൾ നിലവിലുള്ള 84 ഡാമുകളും പ്രശ്നമാണ്, ഡാമുകൾ വേണ്ട എന്നൊരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഈ ഡാമുകളിൽ നിന്ന് എത്ര വൈദ്യുതി നമുക്ക് കിട്ടുന്നുണ്ട്? 22% വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കാനാവുന്നുള്ളൂ. ബാക്കി 78% വലിയ വില കൊടുത്ത് ഏകദേശം 15,000 കോടി, സർക്കാർ കണക്ക് പ്രകാരം തന്നെ 15,000 കോടി രൂപ കൊടുത്ത് നാഷണൽ ഗ്രിഡിൽ നിന്നും മറ്റുമാണ് നമ്മൾ വൈദ്യുതി വാങ്ങുന്നത്. അതെ, വൈദ്യുതിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെഗുലേറ്ററി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 2003 ഇലക്ട്രിസിറ്റി ആക്ട് വരുമ്പോൾ തൊട്ട് ഞാൻ കുറച്ചുനാൾ കമ്മീഷൻ്റെ അഡ്വൈസറി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു, 2008-10 കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഈ ഹൈഡ്രോ പ്രൊഡക്ഷനിൽ ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റില്ല. നമുക്ക് തമിഴ്നാടിൻ്റെ അവസ്ഥ നോക്ക്. ഇന്ന് അവർക്ക് എക്സസ് വൈദ്യുതി, അവർ വിൻഡ് ടർബൈൻസ് ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് സോളാർ ജനറേഷൻ ഉണ്ട്.
കേരളത്തിൽ വിൻഡ് ടർബൈൻ ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലം പാലക്കാട് അല്ലെങ്കിൽ രാമക്കൽമേടേ ഉള്ളൂ, 2 സ്ഥലമേ ഉള്ളൂ. അപ്പം ഈ 2 സ്ഥലമേ ഉള്ളൂ. പിന്നെ കുറച്ച് കാസർഗോഡ് ഏരിയയിൽ സോളാർ പ്ലാന്റ് ഉപയോഗിച്ചിട്ടാണല്ലോ. സോളാർ പ്ലാന്റ് അതെ, അത് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗ്യത്തിന് മുമ്പത്തെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല് ജനറേറ്റ് ചെയ്ത് KSBക്ക് അങ്ങോട്ട് കൊടുക്കും, രാത്രിയിൽ ഇങ്ങോട്ട് എടുക്കും. അതാണ് അതിന്റെ സിസ്റ്റം. നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്ന സിസ്റ്റം അവർ ഉപയോഗിക്കുന്നത്. അത് ഇനിയും നമുക്ക് അധികം കാലം കിട്ടത്തില്ല. ഇപ്പൊ തന്നെ 1 മെഗാവാട്ടിന് മേളിലത് പറ്റത്തില്ല, 1000 kW അത്രേ ഇപ്പൊ പറ്റുള്ളൂ. അപ്പം വൈദ്യുതി പോയിന്റ് ഓഫ് വ്യൂവില് ഡാം എന്ന് പറഞ്ഞ സൊല്യൂഷനേ അല്ല, അത് അവിടെ കിടക്കും. വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ ഉപയോഗിക്കാം. വൈദ്യുതിയെ കുറിച്ച് പറയുന്നത് ഒരു ചെറിയ സംശയം ഡോക്ടർ സുഭാഷ് ചന്ദ്ര ബോസിന് ഒരു ചെറിയൊരു സംശയമുണ്ട്. സാറേ, വൈദ്യുതിയുടെ ഡാമിന്റെ അടി 40 അടി 50 അടി. ഞാൻ പുതിയ ഡാം വേണമെന്ന് പറയുന്ന ആളല്ല, വേറെ ലാസ്റ്റിൽ പറയാം. ഇതിന് ഓപ്ഷൻ അതാണ് സാർ ധരിച്ചുള്ളത്, മറുപടി പറയാം. അതായത് പിന്നെ 50 അടിയിലേക്ക് താഴ്ത്തിയ ടണൽ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇന്ന് 102 അടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഗ്രാവിറ്റി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ തമിഴ്നാടിന്? ഒന്നാമത്. രണ്ടാമത് 102 അടിയിൽ കണക്കാക്കിയിട്ടാണ് അവർ കനാലുകളൊക്കെ കൊണ്ടുപോയി ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കൊണ്ടുപോയിരിക്കുന്നത്. അത് 50 അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അവർ അത് വീണ്ടും 102 50 ആയിട്ട് വരുന്ന 52 അടി താഴോട്ട് പോകുമ്പോൾ അതനുസരിച്ച് അവരുടെ വൈദ്യുതി ഉൽപ്പാദനവും അവരുടെ ജലസേചന മാർഗ്ഗങ്ങളും എല്ലാം പുതുക്കി പണിയണം. അതിന് തമിഴ്നാട് ജനങ്ങൾ സമ്മതിക്കുമോ? തമിഴ്നാട്ടിലെ ഗവൺമെൻറ് അതിന് തയ്യാറാകുമോ? പൊളിറ്റിക്കൽ ഒരു ഫീലിങ്സ് ഒക്കെ ഉള്ളൊരു സംവിധാനം ചേർത്തിട്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വെറും ടെക്നിക്കൽ മാത്രം പറഞ്ഞാൽ പോരാ. അതെ, അതിന് എനിക്ക് കറക്റ്റ് ആൻസർ ഉണ്ട്. ഒന്ന്, നമ്മൾ 50 അടി ഇതിൽ നിന്ന് താത്ത് കഴിയുമ്പോൾ ഈ വെള്ളം കൊണ്ട് വെള്ളത്തിന്റെ വോളിയം കൂടും. ഇപ്പൊ തന്നെ പലപ്പോഴും നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബർ, അതായത് തുലാമഴ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് മഴ, വൈകിട്ട് പെയ്യുന്ന മഴ, അത് വരുമ്പോഴാണ് നോർമലി ഈ ഡാമുകളൊക്കെ ഫില്ലാവുന്നത്. അല്ലാതെ കാലവർഷത്തിനല്ല. അതായത് പടിഞ്ഞാറുന്ന് കാലവർഷം എന്ന് പറയുമ്പം നമ്മൾ തെക്ക് പടിഞ്ഞാറ് നിന്നാണ് മഴ കയറി വരുന്നത്, പടിഞ്ഞാറ് സൈഡിൽ നിന്ന്. വൈകിട്ട് മഴ പെയ്യുന്ന കാലങ്ങളിലാണ് അവിടെ ഡാം നിറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് മഴക്കാർ വരുന്നത്. ആ മഴക്കാർ വന്നിട്ട് കിഴക്കൻകാറിലാണ് ആ മഴ പെയ്യുന്നത്, അപ്പോഴാണ് നിറയുന്നത്. ദാറ്റ് ഇസ് നമ്പർ 1. നമ്പർ 2, ഇതിന്റെ ഹൈറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയാൽ അറിയാം. കുമിളിയിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ കമ്പത്തിന് ഇറങ്ങുന്ന റോഡിൽ ഈ 4 പെൻസ്റ്റോക്ക് പൈപ്പ് ഉണ്ട്. നമ്മൾ പറയുന്നതിന്റെ ഇടയ്ക്ക് ഇപ്പൊ പെൻസ്റ്റോക്ക് പൈപ്പ് തുടങ്ങുന്നത് 130 അടിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് നമ്മൾ 60-70 അടിയിൽ കൊണ്ട് ആ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് കണക്ട് ചെയ്താൽ മതി. അപ്പൊ പവർ ജനറേഷൻ കുറയുന്നുള്ള കാര്യം അങ്ങ് പറഞ്ഞ് 100% യോജിക്കുന്നു. പക്ഷെ ഈ പവർ ജനറേഷൻ കഴിഞ്ഞാണ് വെള്ളം താഴത്തേക്ക് പോയി വൈഗ ഡാമിലേക്ക് പോകുന്നത്. വൈഗ ഡാമിലേക്ക് ഈ വെള്ളം മുഴുവൻ കൊണ്ടുപോട്ടെ, പെരിയാറിന് ജലസേചനം പറഞ്ഞു. ജലസേചനം അല്ല, ജലസേചനം ആ ഏരിയ അങ്ങോട്ടേക്കുള്ള, അതായത് നമ്മൾ കിഴക്കോട്ടുള്ളത് ചെരുവാണ്. ആ ചെരുവ് വനപ്രദേശമാണ്. അവിടെയാണ് ഈ ഇത് കൊണ്ട് ഈ പെൻസ്റ്റോക്ക് പൈപ്പുകൾ കയറ്റുന്നത്. 4 പെൻസ്റ്റോക്ക് പൈപ്പ് ഇടയ്ക്കിട്ട് കയറ്റിയാലും അവരുടെ ജനറേഷൻ കുറവ് വരും, പവർ ജനറേഷനിൽ. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ നിന്നാണ് അവർ എടുക്കുന്നത്. അന്നേരത്തിന് ഏകദേശം, അതായത് നമ്മൾ തേക്കടി ഡാം നിൽക്കുന്നത് 2700 അടി പൊക്കത്തിലാണ്, 3000 അടി. അതേസമയം പവർ ഹൗസ് ഇരിക്കുന്നത് ഏകദേശം 300 അടിയാണ് സീ ലെവലിൽ നിന്ന്. നമുക്ക് അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം. നമ്മൾ ഹൈറ്റ് നോക്കിയാൽ 300 അടി. അതിൻ്റെ താഴെയാണ് വാക്കുകളെല്ലാം. 300 അല്ലെങ്കിൽ 300-400 അടി, എനിക്കിപ്പോൾ ഓർമ്മയില്ല. നമ്മൾ നോക്കിയാൽ അറിയാം. അത്രയും ഫീറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് താഴത്തേക്കാണ്. അതായത് ആ പവർ ഹൗസിൽ നിന്ന് അല്ലെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് പോകുന്ന ടെയിൽ റേസ് എന്ന് പറയും. അതിൻ്റെ കറക്റ്റ് വാക്ക് ടെയിൽ റേസ് ആണ്. ആ ടെയിൽ റേസിൽ നിന്നാണ് അവർ ജലസേചനവും വാക്കുള്ള മധുര വരെ വെള്ളം കൊണ്ടുപോകുന്നത്. കൺസ്ട്രക്ഷൻ ഉണ്ട്. നമ്മൾ മീഡിയക്കാരല്ല, അത് പോയി സർവേ ചെയ്യും. സാർ, തമിഴ്നാട്ടിലേക്കല്ലേ ടണൽ പണിയണ്ടേ? ടണൽ പണിയണ്ടേ? ആരുടെ പൈസ കൊടുത്ത് പണിയും? ആരുടെ പൈസ കൊടുത്ത് പണിയും? ആരുടെ പൈസ കൊടുത്ത് പണിയും? ആരുടെ പൈസ കൊടുത്ത് പണിയും? തമിഴ്നാടുകാരുടെ പൈസ കൊടുത്ത് പണിയോ കേരളീയരുടെ പൈസ കൊടുത്ത് പണിയോ? അല്ല, പൊളിറ്റിക്സ് അല്ല. വെരി ക്രിസ്റ്റൽ ക്ലിയർ ക്വസ്റ്റ്യൻ. തമിഴ്നാട്ടിന് ടണൽ പണിത് കൊടുക്കാൻ കേരളത്തിന്റെ പൈസ കൊണ്ട് തമിഴ്നാടിന് ടണൽ പണിത് കൊടുക്കാൻ പറ്റുമോ? ദാറ്റ്സ് എ വെരി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. അല്ലാതെ നമ്മൾ കൊടുക്കണ്ടെന്നല്ല,
ഇറ്റ് ഈസ് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഡിബേറ്റാണ്. അല്ലാതെ ഞാൻ തർക്കിച്ച് ജയിക്കാനും ബാധിച്ച് ജയിക്കാനും വന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൈസ കൊടുത്ത് തമിഴ്നാട്ടിൽ പണിയാൻ പറ്റുമോ, തമിഴ്നാടിന്റെ പൈസ കൊണ്ട് അവർ പണിയണമോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? വയനാട് ആ ദുരന്തം ഉണ്ടായി സാറേ, എന്റെ ഒപ്പീനിയൻ, വയനാട്ടിൽ ആ ദുരന്തം ഉണ്ടായി. ആരാ നമ്മളെ സഹായിച്ചത്? അവിടെ ഒന്ന് ബേലിപ്പാലം പണിത് ആരാ? നമ്മുടെ പട്ടാളമല്ലേ? അപ്പം ഇന്ത്യ പോലൊരു രാജ്യത്ത് 100 കോടിയോ 150 കോടിയോ 200 കോടിയോ ഒന്നും അല്ല സാറേ. ഇറ്റ് ഇസ് നത്തിങ്. ഇത് പ്രോപ്പറായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ടേക്കപ്പ് ചെയ്തു, അവർ ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കും. ഒന്ന്, പിന്നെ നമ്മുടെ ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റുമായിട്ട് നല്ല ലോഹ്യത്തിലാണ്. സ്റ്റാലിനും ഒക്കെ ആയിട്ട് നല്ല ലോഹ്യമാണ്. മുല്ലപ്പെരിയാണെന്ന് ഒരു അക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ എന്നൊരു അക്ഷരം വേണ്ട നമ്പ്യാർ സാറേ. ആ ഡാം ഉണ്ടായതിനു ശേഷം ഇന്ത്യ ഗവൺമെന്റിന്റെയോ കേരള ഗവൺമെന്റിന്റെയോ വിദഗ്ധ സമിതിയുടെയോ റിപ്പോർട്ടുകൾ 10, 15, 20 വർഷം കഴിഞ്ഞിട്ടാണ് പരിശോധനയ്ക്ക് പോലും തമിഴ്നാട് തയ്യാറായിട്ടുള്ളൂ. ഞാൻ തമിഴ്നാട് വിരുദ്ധമൊന്നുമല്ല പറയുന്നത്. അവരുടെ വികാരമാണ്. അവർ വെള്ളം എടുക്കുന്നു, വളരെ സന്തോഷം, നമ്മൾ വെള്ളം കൊടുക്കണം. പക്ഷേ നമ്മളുടെ കൺസേണും കൂടി ഞാൻ ചോദിക്കട്ടെ. ഇപ്പം കേരളത്തിൽ വലിയ ചർച്ചയാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. സോഷ്യൽ മീഡിയയിലും ജനം ടി വിയിലും എല്ലാ ചാനലുകളും നടക്കുന്നു. തമിഴ്നാട്ടിലെ എവിടുത്തെ വല്ലതും നടക്കുന്നുണ്ടോ? അവിടുത്തെ പത്രത്തിൽ വല്ലതും ഇത് ചർച്ച ചെയ്യുന്നുണ്ടോ? കേരളീയർ ആശങ്കയിലാണ്, അവിടെ മുട്ടങ്കയിൽ ഇത് പൊട്ടി, ബാക്കി എല്ലാവരും ആശങ്കയിലാണ്, നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തമിഴ്നാട്ടിൽ ആരെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സോമദാസ് സാർ ഇവിടെ ഉണ്ടല്ലോ, പത്രപ്രവർത്തനല്ലേ. ഏതെങ്കിലും നാഷണൽ പത്രം ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അത് കേരള കോളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. കാര്യം അത് വേറെ കാര്യമാണ്. അല്ലാതെ തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? രാജ്യത്ത് എവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? വളരെ ഗൗരവമായ ചോദ്യങ്ങളാണ് സാർ ഇത്. ലോഹ്യം എന്നൊക്കെ പറഞ്ഞാൽ അനിൽജി പറഞ്ഞ പോലെ നമ്മൾ കാണുമ്പോൾ ചായ ഒഴിച്ച് വിരിയുന്നതല്ല, നമ്മളെ ഡോക്യുമെന്റ് ബേസ് ആണ്. സ്റ്റാലിൻ പറയുന്നുണ്ട് പിണറായി എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണെന്നൊക്കെ. പക്ഷേ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ, അതുപോലെ തമിഴ്നാട് സർക്കാരിൻ്റെ പ്രതിനിധികൾ, കേരള സർക്കാരിൻ്റെ പ്രതിനിധികൾ, ഇവർ ഇരുന്ന് രമ്യമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം അത് സങ്കീർണമായി കൊണ്ടിരിക്കുന്നു. കോടതിയിലാണ് ഉള്ളത്, ഇനിയും കോടതി കയറേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇനിയും മേൽനോട്ട സമിതികളെയും അതുപോലെ വിദഗ്ധ സമിതികളെയും ഒക്കെ നിയോഗിക്കും. അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. എത്ര കാലം മലയാളികൾ ഈ ആധിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതിനാണ് ഒരു ഉത്തരം വേണ്ടത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. പുതിയ ഡാം നിർമ്മിക്കുക എന്നത് അപ്രായോഗികമാണ്. അല്ലാതെ തന്നെ നിലവിലുള്ള സംവിധാനങ്ങൾ വെച്ച് തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. ഇലക്കും മുള്ളിനും കേടില്ലാതെ ഒരു പ്രശ്ന പരിഹാരം സാധ്യമാകും എന്ന ചില സൂചനകളാണ് താങ്കൾ നൽകിയത്. അത് പ്രതീക്ഷ നൽകുന്നു. പക്ഷേ എന്തുകൊണ്ട് അത്തരം പ്രശ്ന പരിഹാരത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ ഷാജി സെബാസ്റ്റ്യൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാനൊന്ന് ത്രിവിക്രംജിയിലേക്ക് പോകട്ടെ. ത്രിവിക്രംജി, ഇവിടെ ചില വിയോജിപ്പുകൾ വന്നു, ചില വിമർശനങ്ങൾ വന്നു. അതിലൊരു വ്യക്തത, വിശദീകരണം നൽകുകയാണെങ്കിൽ നന്നായിരിക്കും. അതായത് മിസ്റ്റർ സെബാസ്റ്റ്യൻ പറഞ്ഞ പോലെ അവിടുത്തെ നമ്മുടെ ഏക സൊല്യൂഷൻ എന്ന് ഡീകമ്മീഷനിങ് ഒന്നും പറയുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഡീകമ്മീഷനിങ് എന്ന് പറയുമ്പോൾ ഫിസിക്കലായിട്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഈ മഴ തുടരും. മഴ ഇതുപോലെ ആധിക്യത്തിൽ പെയ്യും, അല്ലാതെ കുറവായിട്ട് പെയ്യും. ഈ വെള്ളം അവിടെ കിട്ടി നിൽക്കും. ആ ജലാശയം മണ്ണുകൊണ്ട് നിറഞ്ഞ് ഡിസപ്പിയർ ചെയ്യണമെങ്കിൽ ഇനിയും ഒരു 300 വർഷം വേണ്ടി വരും, ഒരു മാർഷായിട്ട് മാറാൻ. അതുകൊണ്ട് ഏറ്റവും നമുക്ക് നമ്മുടെ ജനങ്ങളുടെ സേഫ്റ്റിക്കും സ്വത്തിൻ്റെ സേഫ്റ്റിക്കും വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഈ സെബാസ്റ്റ്യൻ സാറ് സൂചിപ്പിച്ച പോലെ ഒരു ടണൽ മാർഗം 24/7 ബേസിസിൽ തമിഴ്നാടിന് വെള്ളം കൊടുക്കുക. ടണൽ പണിയുന്നത് ഡാമിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം പഴയ കാലത്ത് ആര്യങ്കാവിൽ തുറന്നതുപോലെ തമരടിച്ചിട്ട് അതിനകത്ത് കരിമരുന്ന് വെച്ച് പൊട്ടിക്കുകയല്ല ചെയ്യുന്നത്. ടണൽ ബോറിംഗ് മെഷീൻ എന്നൊരു സാധനം, ഒരു എക്വിപ്മെൻറ്റ് ലോകത്തിൻ്റെ വികസിത ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കാശ് കൊടുത്താൽ വാങ്ങാവുന്നതാണ്. നമുക്ക് 10 മീറ്റർ ഡയാമീറ്ററിലെ ഒരു ബോറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ചാനലിലെ ഒരു ചണൽ എന്ന് തന്നെ മാർഗരറ്റ് താച്ചറിൻ്റെ കാലത്ത് പണിഞ്ഞു. അതൊരു ടണൽ ബോറിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം.
ഞാൻ മോസ്കോയിൽ ഒരു പോസ്റ്റ് ഡോക്കായിട്ട് പോയപ്പോൾ അവിടെ ഒരു എക്സിബിഷൻ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഒരു ബോറിംഗ് മെഷീൻ വെച്ചിരുന്നു. കാരണം മോസ്കോയുടെ പ്രത്യേകത, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് സോവിയറ്റ് യൂണിയനിലെ വലിയ നഗരങ്ങളിലെ പ്രത്യേകത, എല്ലായിടത്തും മെട്രോയുണ്ട്. നമ്മളിവിടുത്തെ മെട്രോ ആകാശത്തൂടെ പോകുമ്പോൾ അവരുടെ മെട്രോ അണ്ടർഗ്രൗണ്ടാണ്. അതിന് ഒരു ടണൽ ബോറിംഗ് മെഷീനാണ് ഉപയോഗിച്ചത്. ആ ഡയാമീറ്റർ ആ ബോറിംഗ് ബിറ്റ്, കട്ടിംഗ് ബിറ്റ് എന്ന് പറയുന്ന ആ ടണലിൻ്റെ മുഴുവൻ ഡയാമീറ്ററാണ്. അപ്പോൾ അത്തരം ഈ പാറ പൊട്ടിക്കുന്നതുകൊണ്ട് അപകടം വരുമെന്നൊന്നും വിചാരിക്കേണ്ട. ബോറിംഗ് ആണ്. പിന്നെ അതിൻ്റെ പ്രോഗ്രസ് ഒരു ആ മെഷീൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. അതായത് വെർട്ടിക്കൽ ബോറിങ്ങിന് പകരം ഒരു ടണൽ, ഒരു സ്റ്റീപ്പ് സ്ലോപ്പിൽ ബോർ ചെയ്യുന്നു. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ടെക്നോളജിയുടെ അപര്യാപ്തതയോ നമ്മുടെ അൺഅവൈലബിലിറ്റിയോ അല്ല. നമ്മുടെ നാട്ടിലില്ലാത്ത പല ടെക്നോളജികളും ലോകത്തിലെ വികസിത രാജ്യങ്ങളിൽ കിട്ടും. നമുക്ക് ഒരു സൊല്യൂഷൻ അത്യാവശ്യമാണെന്നുള്ളതിന് സംശയമില്ല. അതിന് അവിടുത്തെ വാട്ടർ ലെവൽ കുറയ്ക്കുക, 24/7 ബേസിസിൽ വെള്ളം കൊണ്ടുപോകുന്ന ഒരു ടണൽ ഉണ്ടാക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാടിന് ആവശ്യമുള്ളപ്പോഴേ അവർ കൊണ്ടുപോകുള്ളൂ കൃഷിക്ക്. പിന്നെ ആ പവർ ജനറേഷൻ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഭാവിയിൽ നമ്മൾ എത്ര പേരാണ്, എത്ര രാജ്യത്താണ് നമ്മുടെ ഈ പഴയ ഹൈഡൽ ഉപയോഗിക്കുന്നത്? എല്ലാവരും സോളാർ PV മാറുകയാണ്. സോളാർ PV മാനുഫാക്ചറിങ് തന്നെ 2025 ചൈനയുടെ മുന്നിലെത്തുന്ന രീതിയിൽ ഇന്ത്യ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റാണ് ഹൈഡൽ പവർ ഉണ്ട്. തമിഴ്നാട് ചിലപ്പോൾ എഗ്രി ചെയ്തു എന്ന് വരില്ല, അല്ലെങ്കിൽ വിസമ്മതിക്കുമായിരിക്കും. അവരുടെ പവർ ജനറേഷൻ്റെ കുറയുമെന്ന്, തോത് കുറയും, അല്ലെങ്കിൽ ഈ ഹെഡ് ഇല്ലാത്തതുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകുന്നു. വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇത്രയും ഹെഡ് ഇല്ലെങ്കിലും അവിടുത്തെ ജനറേറ്റേഴ്സിനെ റീഡിസൈൻ ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്താൽ അതും ഒഴിവാക്കാം. പക്ഷേ ഒരു ഡീകമ്മീഷൻ എന്ന് പറയുമ്പോൾ അണയെടുത്ത് ഇല്ലാതാക്കലാണ്. അവിടെ തന്നെ ഇരിക്കും, വെള്ളം അതിനകത്ത് തന്നെ നിൽക്കും. പക്ഷേ നമ്മൾ ചെയ്യാനുള്ളത്, നമ്മുടെ ഒരു പ്രധാന ആർഗ്യുമെൻ്റ്, പുതിയ അണ കിട്ടുന്നതിനേക്കാളും സേഫറും ബെറ്ററും ഒരു ടണലുണ്ടാക്കിയിട്ട് അതുവഴി വെള്ളം കൊണ്ടുപോവുക. ഇപ്പം ചെയ്യുന്ന പോലെ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി, അല്ലെങ്കിൽ ഒരു സർഫസ് കനാൽ വഴി, അത് കഴിഞ്ഞൊരു പെൻസ്റ്റോക്ക് പൈപ്പിൽ പോയിട്ട് പവർ ജനറേറ്റ് ചെയ്തിട്ട് പിന്നെ ടെയിൽ റേസ് വാട്ടേഴ്സ് ഉപയോഗിച്ച് കൃഷിക്ക് ഉപയോഗിക്കുക. അത് അവർ കൊണ്ടുപോക്കട്ടെ. പവർ ടണലായിട്ട് തന്നെ പണിയട്ടെ. അങ്ങനെ സൊല്യൂഷൻസ്, എൻജിനീയറിങ് സൊല്യൂഷൻസ് ധാരാളമുണ്ട്. പക്ഷേ നമ്മളിവിടെ ഇതിനകത്ത് ഡെഫിനറ്റായിട്ട് നമ്മുടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്, ഇതൊരു ഭൂകമ്പ മേഖല അല്ല. ഒന്ന്, ഈ മഴ കൂടുകയും കുറയുകയും ചെയ്യും. അത് കാലാവസ്ഥ ഉണ്ടാവണമെന്നില്ല. പക്ഷേ കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാലോ, ഈ കേരളത്തിൽ ഇപ്പോൾ ചുരുങ്ങിയ സമയത്തിൽ എത്രയോ മില്ലിമീറ്റർ മഴ പെയ്യുന്നു പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള പേമാരി വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ? അതിന് പ്രകമ്പനോ ഭൂകമ്പോ വേണമെന്നില്ലല്ലോ. അല്ല, അതിനാണ് പ്രയോറിറ്റി ബേസിസിലെ ഈ ടണൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്യുന്നത് പല കോണുകളിൽ നിന്ന്. യെസ് യെസ്. ഷാജി സെബാസ്റ്റ്യൻ. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രശ്നം വെച്ചാൽ അത് രണ്ട് സൈഡും ആങ്കർ ചെയ്തിട്ടില്ല. നോർമലി കോൺക്രീറ്റ് ഡാം, ഇപ്പം നമ്മൾ ഇടുക്കി ഡാമിന്റെ താഴെ പോയി നിന്ന് കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കിയാൽ മുകൾ വശത്ത് മഴ നനയൂല. അത് അങ്ങനെ ആർച്ച് പ്ലസ് ഒരു മുട്ടയുടെ പകുതി മുറിച്ചിട്ട് കയറ്റി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. അത് പ്രഷർ വരുമ്പോൾ എക്സ്പാൻഡ് ചെയ്യത്തേ ഉള്ളൂ. രണ്ട് സൈഡ് ഈ കോൺക്രീറ്റിനകത്തുള്ള റീഎൻഫോഴ്സ്മെന്റ് ഉണ്ടല്ലോ, അത് ആങ്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്, രണ്ട് സൈഡിലും കൊളുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ തമിഴ്നാട് നമ്മുടെ ഈ ടണൽ പ്രപ്പോസലിന് എഗ്രി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഡാമിന് ക്യാപ്പിംഗ് ചെയ്യാം. ഡാമിനെ നമുക്കൊരു കോൺക്രീറ്റ് സ്ട്രക്ചർ കൊണ്ട് മൊത്തം മൂടാം, അതിന്റെ ഡിസൈൻ ഉണ്ടാക്കുക. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺക്രീറ്റ് RCCയുടെ ഗുണം അത് എക്സ്പാൻഡബിൾ ആണ്. അതായത് നമ്മളെ സംബന്ധിച്ച് എർത്ത് ഇപ്പം നമുക്ക് എറണാകുളത്ത് ബിൽഡിംഗ് പണിയും വേണ്ട 5 or 6 ഇതിൽ എർത്ത് ഉണ്ടായാലും പൊട്ടാത്ത പോലെ പണിയുന്നതാണ് വെപ്പ്. അങ്ങനെ ആണെന്ന് എനിക്കറിയില്ല. അതുപോലെ ചെയ്യാനൊരു പാടുമില്ല. രണ്ട് സൈഡിലും സ്റ്റീൽ കൊണ്ട് പാറയ്ക്കുള്ളിലേക്ക് കയറ്റി ഇട്ടിട്ട് അവിടെ ഉറപ്പിക്കും. അപ്പൊ ഗുണം എന്നാന്ന് വെച്ചാൽ ആ പാറ മൂവ് ചെയ്താൽ പോലും ഇത് അനങ്ങി അവിടെ നിന്നോളും. ഈ ഡാമിനെ സപ്പോർട്ട് ചെയ്ത് ഗ്രാവിറ്റി ഡാമാണ്. ഗ്രാവിറ്റി ഡാം അങ്ങനെ പൊട്ടില്ല. പക്ഷെ എന്നും കൊണ്ട് പൊട്ടാൻ മേലായി ഇല്ല. കാരണം അതിന്റെ സൈഡിൽ കൂടെ ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ആ ഡാമിന്റെ മുകളിൽ കൂടെ നടന്നത് നമുക്ക് അറിയാം.
അത് എഡ്ജ് കൊണ്ട് ഒരിടത്തും കൊണ്ട് അത് പ്രോപ്പറായിട്ട് ഘടിപ്പിച്ചിട്ടില്ല രണ്ട് സൈഡും. അപ്പം 130 അടി അല്ലെങ്കിൽ 140 അടി വെള്ളം നിൽക്കുമ്പം അതെപ്പോഴാണ് പൊട്ടിപ്പോരാം. കാരണം വെച്ചാൽ രണ്ട് സൈഡിലും വലിയ മഴ പെയ്ത് ഓവർഫ്ലോ ചെയ്താൽ പോരി. മേളിൽ കൂടെ വെള്ളം താഴ്ന്നോളം മഴ പെയ്യാൻ പറ്റൂല എന്ന് ആർക്കാ പറയാൻ പറ്റുന്നത്? ആകെ 13 ഗേറ്റും കണ്ടേ അവിടെ ഉള്ളൂ, 12-13. ആ ഗേറ്റ് മുഴുവൻ തുറന്നു വിട്ടാലും ചിലപ്പം കൂടുതൽ വെള്ളം വരാം. കാരണം കേരളത്തിലെ അവസ്ഥ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാ, ഇവിടെ കാക്കനാടോ കളമശ്ശേരിയിലോ ഒക്കെ മഴ പെയ്തിട്ട് ഞാൻ അനുഭവിച്ചാണ്. ഇവിടെ മുഴുവൻ വെള്ളമായിരുന്നല്ലോ, രാവിലെ വണ്ടി ഓടുന്നില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് മുഴുവൻ വെള്ളം, പല വീടുകളിലും വെള്ളം കയറി, ചുമ്മാ മഴയത്ത് മേഘവിസ്ഫോടനം എന്ന് പിറ്റേ ദിവസം അതിനൊരു എക്സ്പ്ലനേഷൻ കിട്ടി. അപ്പൊ ആ വിധത്തിലുള്ള സംഭവം തേക്കടിയിൽ ഉണ്ടാകാൻ പറ്റൂല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു മേഘവിസ്ഫോടനം ഉണ്ടായാൽ പോലും അതിന് പ്രതിവിധിയാകുന്ന വിധത്തിലുള്ള ഡാം ഡിസൈൻ ചെയ്യുക. അപ്പൊ എനിക്കൊരു അഭ്യർത്ഥന എല്ലാവരോടും ഉള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഗവൺമെന്റ് താല്പര്യം എടുക്കുക. ഇതിന്റെ ഉത്തരവാദിത്വം ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഹൈഡ്രോളജിയുടെ ആൾക്കാരുണ്ട്, എക്സ്പേർട്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവരെ കൂട്ടിയിട്ട് ഇതിന് വേണ്ടി ഡ്രോയിങ് ഉണ്ടാക്കുക, എഞ്ചിനീയർ ഡ്രോയിങ് ഉണ്ടാക്കുക, ഡിസൈൻ ഉണ്ടാക്കുക, അതിന്റെ സബ്മിറ്റ് വിത്ത് കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ മോഡിയിലോട്ട് കൊടുക്കട്ടെ. ഈ പ്രപ്പോസൽ നേരത്തെ വന്നിരുന്നോ? ടണലിന്റെ കാര്യം നേരത്തെ നിർദ്ദേശമായിട്ട് വന്നിരുന്നോ? ടണലിന്റെ കാര്യം ഞാൻ ഒരു 15 വർഷം മുന്നേ തൊട്ട് പറയുന്നതാണ്. പക്ഷേ ഇത് പൊതുവിൽ ഒരു വേദിയിൽ പറയാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. കാരണം ഐ ആം പ്യൂർലി ടെക്നിക്കൽ മാൻ. എനിക്ക് വേറെ PR പബ്ലിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കുറവാണ്. ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് VPCLന്റെ പ്രൊജക്റ്റ് ചെയ്യുന്നത്, സോളാറും ഫ്ലോട്ടിംഗ് സോളാറും അങ്ങനത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഐ എം പ്യൂർലി ആൻ എഞ്ചിനീയർ. അല്ലാതെ നമുക്ക് മീഡിയയിൽ പറഞ്ഞൊന്നും പരിചയമില്ല, അല്ലെങ്കിൽ ഈ ആൾക്കാരുമായിട്ടോ രാഷ്ട്രീയ പ്രവർത്തനത്തിലോ ഒന്നിലും നമുക്ക് അറിയില്ല. ആകെ അറിയാവുന്ന എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ഡീറ്റെയിൽ എഞ്ചിനീയറിംഗ് പ്രപ്പോസൽ ഉണ്ടാക്കുക, സബ്മിറ്റ് ഇറ്റ് വിത്ത് സെൻട്രൽ ഗവൺമെന്റ് ത്രൂ. നമുക്ക് സുരേഷ് ഗോപി ഉണ്ട്, പിന്നെ നമ്മുടെ ജോർജ് കുര്യൻ, പുള്ളി തൊടുപുഴ ആ ഭാഗത്ത് നിന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹം മുണ്ടും മടക്കി കുത്തി അടപ്പ് നിന്നോളും. അപ്പം അങ്ങനത്തെ ആൾക്കാരെ ഉപയോഗിക്കണം, എന്നിട്ട് അവരെ കൊണ്ട് ഇത് പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യണം. ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ച് 100 കോടിയോ 150 കോടിയോ 200 കോടിയോ ഒന്നും അല്ല. പിന്നെ 1000 കോടി 1500 കോടി എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കുമായിരിക്കും. അല്ലെങ്കിൽ ഇത് ചെയ്തു തന്നെ പാടിരിക്കുന്നേ. എനിക്ക് ഇന്നും അറിയത്തില്ല, മുല്ലപ്പെരിയാർ ഒരു പ്രശ്നമാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. ഞാൻ എറണാകുളത്ത് താമസിക്കുന്നത്, കാമശ്ശേരിയില്ല. എന്നാലും ഓക്കെ.